ഹായ് ഗൈസ്, വെൽക്കം ടു സിവിലിയൻസ് JI സക്സസ് മന്ത്ര. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി മാത്രമുള്ള ഒരു റിവിഷൻ സീരീസ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഒരിക്കൽ കൂടി സിവിലിയൻസിന്റെ JI സക്സസ് മന്ത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, JI സക്സസ് മന്ത്ര, എ കോംപ്രിഹെൻസീവ് റിവിഷൻ സീരീസ് ഫോർ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ. അപ്പോൾ സമയം കളയാതെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കി അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാതെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ബോറടിക്കാതെ അവസാനം വരെ ഇരിക്കാൻ ഹെൽപ്ഫുൾ ആകും. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ കാണിക്കുന്നതിനനുസരിച്ച്, ഞാൻ പറയുന്നതിനനുസരിച്ച് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ആൻസറും കൂടെ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C D എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യുക. അത് ശരിയാണോ എന്ന് കൂടി നോക്കുക. കുറച്ച് നിങ്ങളും കൂടെ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒട്ടും തന്നെ ബോറടിക്കാതെ കുറച്ചധികം നേരം നമുക്ക് ഇവിടെ ഇരിക്കാനും സാധിക്കും. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും എനിക്ക് ഓരോരുത്തരെയും ഇൻഡിവിജ്വലി നോക്കാൻ പറ്റില്ല. നിങ്ങൾ ആൻസർ ഇടുന്നുണ്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്കറിയാവുന്നതാണെങ്കിലും അല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. അറിയാത്ത പോർഷൻസ് വരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് PHE സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്? PHE എന്ന് പറഞ്ഞാൽ എന്ത്? PHE എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്ത്? പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് PHE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ട്രാപ്പ് ഇൻ പ്ലംബിംഗ് സിസ്റ്റം? എന്താണ് ട്രാപ്പിന്റെ ഉദ്ദേശം? ട്രാപ്പ് എല്ലാവർക്കും അറിയാം. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുറിക്കകത്തേക്ക് ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടി ടോയ്ലറ്റിലൊക്കെ കൊടുക്കുന്ന, പ്രത്യേകിച്ച് വാട്ടർ ക്ലോസറ്റിലൊക്കെ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? ട്രാപ്പ് എന്ന് പറയുന്നത്. ട്രാപ്പ് ബേസിക്കലി ഒരു യു ഷേപ്ഡ് പൈപ്പാണ് അല്ലേ? യു ഷേപ്പുള്ള പൈപ്പ്. അതിനകത്ത് എപ്പോഴും നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഈ വെള്ളത്തിന്റെ ഡെപ്തിനെ പറയുന്ന പേരാണ് വാട്ടർ സീൽ. വാട്ടർ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ഒരു ഡെപ്ത്, ഇതിനെ പറയുന്ന പേരാണ് എന്ത്? വാട്ടർ സീൽ. വാട്ടർ സീൽ. ഈ പോർഷനെ പറയുന്ന പേരാണ് ക്രൗണ്. ഉണ്ടോ? ഈ പോർഷനെ പറയുന്ന പേരാണ് ഡിപ്പ്. വാട്ടർ സീൽ ഏകദേശം എത്ര മുതൽ എത്ര വരെയാണ്? അതൊക്കെ ഒന്ന് കമന്റിൽ ഇട്ടേ. വേഗം അറിയാവുന്നതാണെങ്കിൽ വാട്ടർ സീലിന്റെ ഡെപ്ത് ഒന്ന് കമന്റിൽ ഇട്ടേ. 25 മുതൽ 75 mm വരെയാണ്. ഇന്ത്യൻ ക്ലോസറ്റിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ക്ലോസറ്റിൽ ഏകദേശം ഒരു 40 മുതൽ 50 mm വരെയാണ് ഇന്ത്യൻ ക്ലോസറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഒരു P ടൈപ്പ് ട്രാപ്പാണ്. ഉണ്ടോ? P ടൈപ്പ് ട്രാപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ട്രാപ്പാണ് P ടൈപ്പ് ട്രാപ്പ്. വേറെ എത്ര ടൈപ്പ് ട്രാപ്പ് നിങ്ങൾക്കറിയാം? വേഗം കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ആയി. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഈ ട്രാപ്പിൽ ഈ വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മറ്റൊരു പൈപ്പ് ഇതിവിടെ വരയ്ക്കുന്നേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ പൈപ്പ് കൊടുത്തേക്കുന്നത്. ഇങ്ങനൊരു പൈപ്പ് കൂടെ ഉണ്ട്. സങ്കല്പിക്കുക അങ്ങനെ ഉണ്ടെന്ന്. ഈ പൈപ്പിനെ പറയുന്ന പേരാണ് ആന്റി സൈഫണേജ് പൈപ്പ്. അപ്പൊ ആന്റി സൈഫണേജ് പൈപ്പിന്റെ യൂസ് എന്താണ്? നമ്മുടെ വാട്ടർ സീലില്ലേ, ഇപ്പൊ കാണിച്ച വാട്ടർ സീലില്ലേ, ഈ വാട്ടർ സീല് മെയിൻറ്റെയിൻ ചെയ്യുക. അത് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് ആന്റി സൈഫണേജ് പൈപ്പ്. ഉണ്ടോ? ഇത്ര ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് നോക്കി. ഇതിൻ്റെ അകത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രാപ്പ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ എക്സാമിന്, ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ട്രാപ്പ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് തോന്നുന്നു. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടേം റെഫേഴ്സ് ടു ദി വെർട്ടിക്കൽ പൈപ്പ് ദാറ്റ് റിമൂവ്സ് സീവേജ് ഫ്രം ബിൽഡിംഗ്? വെർട്ടിക്കൽ പൈപ്പ് ഫോർ റിമൂവിങ് സീവേജ് ഫ്രം ബിൽഡിംഗ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മിക്ക ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവില്ല. അതിനെ പറയുന്നത് ഇത് കണ്ടിട്ടുണ്ടോ? ഇത് നല്ലൊരു ഫിഗറാണ്. ഇതല്ലേ വെർട്ടിക്കൽ പൈപ്പ് ഫോർ ട്രാൻസ്ഫറിങ് സീവേജ് ഫ്രം എ ബിൽഡിംഗ്? ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക്. സ്റ്റാക്കിനേക്കാൾ ഉപരി കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളത് സോയിൽ സ്റ്റാക്ക് എന്ന് ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. സോയിൽ സ്റ്റാക്ക്. അപ്പൊ സോയിൽ സ്റ്റാക്ക് ഈ ഒരു സാധനമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഈ ഒരു സാധനമാണ് നിങ്ങൾ ഇതാ ഇപ്പൊ കണ്ടത്.
ഉണ്ടോ? ഇതാണ് സോയിൽ സ്റ്റാക്ക്. അപ്പോൾ കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലിയർ ആയോ പിക്ചർ? ഇങ്ങനെ ഓരോന്നും കണ്ടു പഠിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയോ? നിങ്ങൾക്ക് ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മാൻഹോൾ? വാട്ട് ഈസ് എ മാൻഹോൾ? നമുക്കറിയാം മാൻഹോള് സ്ഥിരം എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? ഒരുപാട് വട്ടം എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ്? ആൻ ആക്സസ് പോയിന്റ് ടു അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി. അണ്ടർഗ്രൗണ്ട് സീവറിലേക്കുള്ള ഒരു ആക്സസ് പോയിന്റ്, അതാണ് നമ്മുടെ മാൻഹോൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which system of sanitation involves the direct discharge of untreated sewage into the environment? സാനിറ്ററി എഞ്ചിനീയറിംഗ് കുറച്ചെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് ബുക്കൊന്നും ഇല്ലാതെ തന്നെ ഉത്തരം പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റിക് ടാങ്ക്, അത് വെറുതെ നമ്മൾ കളയുന്നതല്ല. ഈ സെപ്റ്റിക് ടാങ്കിലേക്കാണ്, വിച്ച് ഈസ് എ ട്രീറ്റ്മെന്റ് സിസ്റ്റം, അതിലേക്കാണ് നമ്മൾ വിടുന്നത്. സാനിറ്ററി സീവർ സിസ്റ്റം, കമ്പൈൻഡ് സീവർ സിസ്റ്റം, ഓപ്പൺ ഡിഫിക്കേഷൻ. ഓപ്പൺ ഡിഫിക്കേഷൻ ആണ് നമ്മൾ അൺട്രീറ്റഡ് വേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എൻവയോൺമെന്റിലേക്ക് തന്നെ ഇടുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം? ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം നമ്മൾ പഠിച്ചത്. സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം ആദ്യം എന്താണെന്ന് അറിയണം. എന്താണ് സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം? സ്റ്റോം വാട്ടറും സാനിറ്ററി സീവേജും രണ്ട് വ്യത്യസ്ത പൈപ്പുകളിലൂടെ നമ്മൾ കടത്തിവിടുകയാണെങ്കിൽ, കൺവേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡ്രോബാക്കും അഡ്വാൻറ്റേജസും എല്ലാം നമുക്കറിയാം. ഇറ്റ് കമ്പൈൻ സ്റ്റോം വാട്ടർ ആൻഡ് സീവേജ്. അതെന്തായാലും തെറ്റാണ്. അത് കമ്പൈൻഡ് സിവറേജ് സിസ്റ്റം ആണ്. ഇറ്റ് റെഡ്യൂസസ് ദി ലോഡ് ഓൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അതേതായാലും സത്യമാണ്. കാരണം മഴവെള്ളത്തിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും അടുത്തുള്ള ജലാശയത്തിലേക്കോ എല്ലാം ഡിസ്പോസ് ചെയ്യാം. കാരണം അതിൽ ഫൗളായിട്ടുള്ള യാതൊന്നുമില്ല. അതേസമയം ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എന്ത് മാത്രമേ വരുന്നുള്ളൂ? സീവേജ്, പ്യുവർ സീവേജ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായാലും ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ലോഡ് വളരെ കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു കമ്പൈൻഡ് സിവറേജ് സിസ്റ്റം. ഇതെന്തായാലും ശരിയാണ്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ടു കൺസ്ട്രക്ട്. അല്ല, അത് മോർ എക്സ്പെൻസീവ് ആണ്. കാരണം രണ്ട് സെറ്റ് ഓഫ് പൈപ്പ് കൊടുക്കണ്ടേ. അപ്പൊ എന്തായാലും ഇതും തെറ്റാണ്. ഇറ്റ് അലോസ് ഫോർ നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ ഓഫ് സീവേജ്. ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സെന്റൻസ് ആണ്. അപ്പൊ എന്തായാലും ഇതും തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദി ലോഡ് ഓൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നല്ലൊരു ചോദ്യമാണിത്. വാട്ട് ഡസ് എ സെപ്റ്റിക് ടാങ്ക് ഡു? സെപ്റ്റിക് ടാങ്ക് എന്താണ് ചെയ്യുന്നത്? ട്രീറ്റ്സ് സീവേജ് ഓൺ സൈറ്റ്, കളക്ട്സ് സ്റ്റോം വാട്ടർ, സ്റ്റോർസ് പോർട്ടബിൾ വാട്ടർ, ഫിൽറ്റേഴ്സ് ഡ്രിങ്കിങ് വാട്ടർ. ഏതാണ്? നമുക്കറിയാം, വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ട്രീറ്റ്സ് സീവേജ് ഓൺ സൈറ്റ്. സ്റ്റോം വാട്ടർ എന്തായാലും കളക്ട് ചെയ്യുന്നില്ല. ഇതോടെ ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോർട്ടബിൾ വാട്ടർ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം എന്താണ് പോർട്ടബിൾ വാട്ടർ? വാട്ടർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഏതായാലും സെപ്റ്റിക് ടാങ്കിനെ പറ്റി പറഞ്ഞല്ലേ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഇപ്പോ ആദ്യമായിട്ട് ഇപ്പോ എത്രയാണ് സെപ്റ്റിക് ടാങ്കിന്റെ ഡെപ്ത് സാധാരണ കൊടുക്കുന്നത്? നമുക്കറിയാം, ഒരു 1.2 to 1.8 മീറ്റർ വരെയൊക്കെ നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെ ഡെപ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മിനിമം വിഡ്ത്ത്, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് മിനിമം വിഡ്ത്ത് കൊടുക്കുന്നത്? ഒരു 75 സെന്റിമീറ്റർ ആണ് മിനിമം വിഡ്ത്ത് കൊടുക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, എത്രയാണ് സെപ്റ്റിക് ടാങ്കിന്റെ ഡിറ്റൻഷൻ ടൈം? എത്രയാണ് ഡിറ്റൻഷൻ ടൈം കൊടുക്കുന്നത്? 12 to 36 hours ആണ്. ജനറലി നമുക്ക് എന്തായിട്ടാണ് എടുക്കുന്നത്? 24 hours ആയിട്ടാണ് എടുക്കുന്നത്. ഇതെല്ലാം സെപ്റ്റിക് ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണോ? അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. നമ്മൾ എപ്പോഴും സെപ്റ്റിക് ടാങ്കിന്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ചരിവ് കൊടുക്കും. വേസ്റ്റ് ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കിടന്ന് അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു ചെറിയൊരു ചരിവ് ഇതിന്റെ ബോട്ടം പോർഷനിൽ കൊടുക്കുന്നത്. എത്രയാണ് ആ സ്ലോപ്പ് എന്നാണ്? 1/10 ആണ് ആ സ്ലോപ്പ്. സെപ്റ്റിക് ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ക്വസ്റ്റ്യൻ വേണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രീ ബോർഡ് എത്രയാണെന്ന് നോക്കിയാലോ. ഈ അടുത്ത ഒരു എക്സാമിനും ചോദിച്ചാണ് ഫ്രീ ബോർഡ് എത്രയാണെന്നുള്ളത്. ഏകദേശം 30 സെന്റിമീറ്റർ ആണ് സെപ്റ്റിക് ടാങ്കിന്റെ ഫ്രീ ബോർഡ്. കാരണം ഈ ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ഏകദേശം ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ കിട്ടി? 5 ക്വസ്റ്റ്യൻ കിട്ടി. തീർന്നെന്ന് വിചാരിക്കുന്നുണ്ടോ?
ഇല്ല. ഒരു കാര്യം കൂടെ നോക്കാം. വാട്ട് ഈസ് ദ സ്ലഡ്ജ് അക്യുമുലേഷൻ റേറ്റ് ഇൻ എ സെപ്റ്റിക് ടാങ്ക്? Sludge accumulation rate in a septic tank is about 30 to 40 liters per person per year. ഇതാണ് സെപ്റ്റിക് ടാങ്കിന്റെ സ്ലഡ്ജ് അക്യുമുലേഷൻ റേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെപ്റ്റിക് ടാങ്കിനെ പറ്റി പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. What is the main purpose of storm water drainage system? Storm water drainage systemത്തിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു ട്രീറ്റ് സീവേജ് അല്ല, ഇതൊരു ട്രീറ്റ്മെന്റ് പ്ലാനിനെ പറ്റിയല്ല ചോദിച്ചിരിക്കുന്നത്. ടു കളക്ട് ആൻഡ് കൺവേ സ്റ്റോം വാട്ടർ, ടു സപ്ലൈ പോർട്ടബിൾ വാട്ടർ, ടു മാനേജ് വേസ്റ്റ് വാട്ടർ. നമുക്കറിയാം, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി പോയി. ടു കളക്ട് ആൻഡ് കൺവേ സ്റ്റോം വാട്ടർ ആണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം. വലിയ അധികം എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും പറയാനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. വാട്ട് ഈസ് എ ഹൗസ് ഡ്രെയിൻ? ഇതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് എ ഹൗസ് ഡ്രെയിൻ? എ പൈപ്പ് ദാറ്റ് കൺവേസ് സീവേജ് ഫ്രം എ ഹൗസ് ടു ദി പബ്ലിക് സീവർ. എ ഡിവൈസ് ടു കൺട്രോൾ വാട്ടർ പ്രഷർ അല്ല. എ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം അല്ല. സാനിറ്ററി ഫിറ്റിംഗ് അല്ല. എന്താണ്? എ പൈപ്പ് ദാറ്റ് കൺവേസ് സീവേജ് ഫ്രം എ ഹൗസ് ടു ദി പബ്ലിക് സീവർ. ഓപ്ഷൻ എ ആണ്. എക്സ്ട്രാ പോയിന്റ് ഒന്ന് പറയാൻ വേണമെങ്കിൽ, എത്രയാണ് ഒരു ഹൗസ് സീവറിന്റെ സൈസ്? ഒരു മിനിമം ഒരു 15 സെന്റിമീറ്റർ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്ന സൈസ്. എന്താണ് ഹൗസ് സീവർ എന്ന് ചോദിച്ചപ്പോൾ ഇത് വേറൊരു രീതിയിൽ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. എന്താണ് പറയുക? ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ സിവറേജ് സിസ്റ്റം എന്ന് പറയാം. അതും ഒരു ഡെഫിനിഷനാണ്. ഒരു സിവറേജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹൗസ് സീവറിൽ നിന്നാണ്. അതും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ വിച്ച് കളക്ട്സ് വേസ്റ്റ് വാട്ടർ അല്ല, പൈപ്പ് വിച്ച് കളക്ട്സ് വേസ്റ്റ് വാട്ടർ ഫ്രം എ സിംഗിൾ ബിൽഡിംഗ്. ഒരു സിംഗിൾ ബിൽഡിംഗിലെ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യുന്ന പൈപ്പും ഹൗസ് പൈപ്പ് എന്ന് പല ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹൗസ് ഡ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട്. അതും അല്ലെങ്കിൽ ട്രാപ്പുമായിട്ടൂടെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ, ഒരു ഹൗസ് ഡ്രെയിനും ഒരു പബ്ലിക് ഡ്രെയിനും ഇടയിൽ കൊടുക്കുന്ന ട്രാപ്പ് ഏതാണെന്ന് ചോദിക്കാം. ഒരു ഹൗസ് ഡ്രെയിനിനും പബ്ലിക് ഡ്രെയിനിനും ഇടയിൽ കൊടുക്കുന്ന ട്രാപ്പ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ്? ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ് ആണ്. ട്രാപ്പ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ എ ഹൗസ് ഡ്രെയിൻ ആൻഡ് എ പബ്ലിക് ഡ്രെയിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ചോദ്യങ്ങൾ. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് കമ്പോണന്റ് പ്രിവെന്റ്സ് ദി ബാക്ക് ഫ്ലോ ഓഫ് സീവേജ് ഇൻ ടു ബിൽഡിംഗ്? ബാക്ക് ഫ്ലോ ഓഫ് സീവേജ് ട്രാപ്പ് അല്ല, വെന്റ് അല്ല, ക്ലീൻ ഔട്ട് അല്ല, ബാക്ക് വാട്ടർ വാൽവ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ഐറ്റംസിനെ പറ്റിയെല്ലാം നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ വെന്റ് പൈപ്പ് ഇൻ എ ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റം? വെന്റ് പൈപ്പിന്റെ ഒരു ഉപയോഗം നമുക്കറിയാം. എന്താണ്? ടു റിലീസ് ഫൗൾ ഗ്യാസസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ അല്ലെ? ഫൗൾ ഗ്യാസസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസർ എന്തെങ്കിലും ഉണ്ടോ നോക്കി. ടു റിമൂവ് സീവേജ്, എന്തായാലും വെന്റ് പൈപ്പ് സീവേജിനെ റിമൂവ് ചെയ്യുന്നില്ല. സ്റ്റോർ വാട്ടറും തെറ്റാണ്. ടു റെഡ്യൂസ് വാട്ടർ ടെമ്പറേച്ചറും തെറ്റാണ്. ആകെ ടു ഈക്വലൈസ് എയർ പ്രഷർ, അത് പിന്നെയും നല്ല ഒരു ഓപ്ഷനാണ്. പക്ഷെ ശരിക്കുമുള്ള ഉപയോഗം എന്താണ്? ഈ ഫൗളായിട്ടുള്ള ഗ്യാസസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഡസ് ദി ടേം ക്ലീൻ ഔട്ട് റെഫേഴ്സ് ടു ഇൻ പ്ലംബിംഗ്? എന്താണ് ക്ലീൻ ഔട്ട്? മിക്ക ആൾക്കാരും ഇത് കേട്ടിട്ടുണ്ടാവില്ല ക്ലീൻ ഔട്ടിനെ പറ്റി. എ ഡിവൈസ് ടു കൺട്രോൾ വാട്ടർ പ്രഷർ ആൻഡ് ആക്സസ് പോയിന്റ് ഫോർ ക്ലീനിങ് ബ്ലോക്കേജ്, എ ടൈപ്പ് ഓഫ് ട്രാപ്പ്, എ സാനിറ്ററി ഫിറ്റിംഗ്. ഞാൻ ആദ്യം ക്ലീൻ ഔട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ക്ലീൻ ഔട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ക്ലീൻ ഔട്ട്. ഇതാണ് ആക്ച്വലി ഒരു ക്ലീൻ ഔട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലീൻ ഔട്ട് എന്തിനാണെന്ന് കൊടുക്കുന്നത് അറിയാം. നമ്മൾ മൊത്തം പൈപ്പൊക്കെ പൊളിക്കാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജ് വരികയാണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റുക. ഒരു പ്ലംബറിനെ കൊണ്ടുവന്ന് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റം മൊത്തം പൊളിച്ച് അടുക്കാതെ ഒരു ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതാണ് ക്ലീൻ ഔട്ട്. ഇതിങ്ങനെ തുറക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലവരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിനൊരു ഒരു മൂടി ഉണ്ടാവും, ഒരു അടപ്പ് പോലെ ഉണ്ടാവും. അത് തുറന്ന് ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ഇട്ട്, മിക്കവാറും ഈ ഒരു ഭാഗത്ത് ഒരു വളവ് വരുന്നിടത്തായിരിക്കുമല്ലോ ബ്ലോക്കേജ് വരിക. ഈ സാധനം തുറന്നിട്ട് ഒരു കമ്പോ വല്ലതും ഇട്ട് കുത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റാം. അതിനു വേണ്ടി കൊടുക്കുന്നതാണ് ക്ലീൻ ഔട്ട്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വന്നാലോ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി. ഇനിയും നല്ലൊരു ഉത്തരം. It is an access point for clearing blockage. അതാണ് എന്ത്? അതാണ്
ക്ലീൻ ഔട്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലീൻ ഔട്ട് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഹൗസ് ഡ്രെയിൻ പൈപ്പ്? ഹൗസ് ഡ്രെയിൻ പൈപ്പായിട്ടൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പ് ഏതാണെന്നാണ്. നിലവിൽ നമ്മൾ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? PVC പൈപ്പ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള പൈപ്പുകളൊന്നും നമ്മൾ അങ്ങനെ ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നില്ല. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ പ്ലംബിംഗ് സിസ്റ്റം ഇൻ ദ ഹൗസ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ടു പ്രൊവൈഡ് ഹീറ്റിംഗ് ആണോ? എന്തായാലും അല്ലെന്ന് നമുക്കറിയാം. ടു ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ആൻഡ് റിമൂവ് വേസ്റ്റ്, ടു കൺട്രോൾ എയർ ക്വാളിറ്റി, ടു എൻഹാൻസ് എസ്തെറ്റിക് അപ്പീൽ. വളരെ എളുപ്പമുള്ള ചോദ്യം. ടു ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ആൻഡ് റിമൂവ് വേസ്റ്റ്. അതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ടൈപ്പ് ഓഫ് വാൽവ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു ഷട്ട് ഓഫ് വാട്ടർ സപ്ലൈ ടു എ ഫിക്സ്ചർ? ഷട്ട് ഓഫ് വാട്ടർ സപ്ലൈ, അതായത് വാട്ടർ സപ്ലൈ പൂർണ്ണമായിട്ട് നിർത്താൻ ഉപയോഗിക്കുന്ന വാൽവ് ഏതാണെന്നാണ്. ഒരുപാട് വാൽവുകളുണ്ട് വാട്ടർ സപ്ലൈയിൽ വെള്ളം പൂർണ്ണമായിട്ട് നിർത്താൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബോൾ വാൽവും ഗേറ്റ് വാൽവും എല്ലാം. ഗ്ലോബ് വാൽവ് പറയാൻ വേണമെങ്കിൽ ഗ്ലോബ് വാൽവ് ഓപ്ഷൻ്റെ അകത്ത് ഇല്ല. പക്ഷേ എനിക്കൊന്ന് നമ്മുടെ ഡൊമസ്റ്റിക് ഒരു സ്കെയിലിൽ നമ്മുടെ വീടുകളിലൊക്കെ വാട്ടർ സപ്ലൈ പൂർണ്ണമായിട്ടും ഷട്ട് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാൽവ് ബോൾ വാൽവ് തന്നെയാണ്. ബോൾ വാൽവ് ഡൊമസ്റ്റിക് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മോട്ടറിൽ നിന്നൊക്കെയുള്ള വെള്ളം പൂർണ്ണമായിട്ട് നിർത്താൻ ഉപയോഗിക്കുന്ന വാൽവില്ലേ, അതാണ് നമ്മുടെ ബോൾ വാൽവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദി ടേം വാട്ടർ ഹാമർ റെഫേഴ്സ് ടു ഇൻ പ്ലംബിംഗ്? എന്താണ് വാട്ടർ ഹാമർ? ഇറ്റ് ഈസ് എ ടൂൾ യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പൈപ്പ് ഇൻസ്റ്റലേഷൻ ആണോ? അല്ല. ഇറ്റ് ഈസ് എ ഫിനോമിനൺ ഓഫ് ബാങ്കിങ് ഓഫ് പൈപ്പ്, എ മെത്തേഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ, എ ടൈപ്പ് ഓഫ് വാൽവ്. ഇത് നമുക്ക് ഉത്തരം അറിയാം. എന്താണ്? ഓപ്ഷൻ ബി, ഫിനോമിനൺ ഓഫ് ബാങ്കിങ് ഓഫ് പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെട്ടെന്ന് പൈപ്പ് അടച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ കാരണം ഉണ്ടാകുന്നത് ഒരു പ്രതിഭാസമാണ് എന്ത്? വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ എയർ ഗ്യാപ്പ് ഇൻ പ്ലംബിംഗ്? എയർ ഗ്യാപ്പുകൾ നമ്മൾ പ്ലംബിങ്ങിൽ സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് കണ്ടാമിനേഷൻ. നമ്മുടെ ഈ വേസ്റ്റ് എല്ലാം ബാക്ക് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എയർ ഗ്യാപ്പ് സാധാരണഗതിയിൽ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ ഉത്തരം ഏതാണ്? എയർ ഗ്യാപ്പ് കൊടുക്കുന്നത് എന്തിനാണ്? ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് കണ്ടാമിനേഷൻ. Which fixture is commonly used for washing hands in a bathroom? കൈ കഴുകാനായിട്ടുള്ള സാധനം എന്താണെന്നാണ്. ഇതുപോലൊരു ചോദ്യം വരുമ്പോഴത്തേക്കും എന്തായാലും വാഷ് ബേസിൻ എന്നൊരു ഓപ്ഷൻ അവർ കൊടുക്കാതിരിക്കാൻ ഒരു മാക്സിമം ശ്രദ്ധിക്കും. കാരണം അത് ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയും കൈ കഴുകാൻ ഉപയോഗിക്കുന്നത് വാഷ് ബേസിൻ ആണെന്ന്. അപ്പോൾ എന്തായാലും വേറൊരു പേരിലായിരിക്കും അവർ മിക്കവാറും കൊടുത്തിട്ടുണ്ടാവുന്നത്. ബാത്ത് ടബ് അല്ല, ലബോറട്ടറി, ബൈഡറ്റ്, യൂറിനൽ. എന്തായാലും ബാത്ത് ടബും യൂറിനലും അല്ലെന്നറിയാം. ഇത് രണ്ടിലും ഇടയിലായിരിക്കും കൺഫ്യൂഷൻ. മിക്ക ആൾക്കാരും ബൈഡറ്റ് യൂസ് ചെയ്യും. അല്ല, ഉത്തരം എന്താണ്? ഉത്തരം ലബോറട്ടറി ആണ്. അപ്പൊ എന്താണ് ബൈഡറ്റ്? ബൈഡറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പടം കാണിക്കാം. നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കഴുകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാനിറ്ററി ഫിറ്റിംഗ് ആണ് എന്ത്? ബൈഡറ്റ്. ഇപ്പൊ ഇത് നിങ്ങൾക്കറിയാം, ഇത് വാട്ടർ ക്ലോസറ്റ് ആണ്. ഇതാണ് ബൈഡറ്റ് എന്ന് പറയുന്ന സാധനം. പ്രൈവറ്റ് പാർട്സ് ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ ഇത് പൊതുവെ അങ്ങനെ കൊടുക്കാറില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക, ഇതാണ് ബൈഡറ്റ്. ചില സ്ഥലത്തെങ്കിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ മിക്ക സ്ഥലത്തും ഇങ്ങനെ ഒരു ഐറ്റം കാണാറ് പതിവില്ല. അപ്പൊ ഉത്തരം എന്താണ്? ലബോറട്ടറി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പി ട്രാപ്പ് ഇൻ സാനിറ്ററി ഫിറ്റിംഗ്? പി ട്രാപ്പിന്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ കൂടെ പി ട്രാപ്പിനെ പറ്റി ആദ്യത്തെ ക്വസ്റ്റ്യനുകളിലൊക്കെ ഒന്ന് നോക്കിയിരുന്നു. എന്താണിപ്പോ? ടു പ്രിവെന്റ് സീവർ ഗ്യാസസ് ഫ്രം എൻറ്ററിങ് ദ ബിൽഡിംഗ്. ടു പ്രിവെന്റ് സീവർ ഗ്യാസസ് ഫ്രം എൻറ്ററിങ് ദ ബിൽഡിംഗ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ പറയാം. ഏത് തരം ക്ലോസറ്റിലാണ് പി ട്രാപ്പ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത്? ഏത് തരം ക്ലോസറ്റിൽ? നമുക്കറിയാം പി ട്രാപ്പ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റിലാണ് പി ട്രാപ്പ് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പി ട്രാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വാൾ മൗണ്ടഡ് ട്രാപ്പാണ്. വാൾ മൗണ്ടഡ് പി ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു വാൾ മൗണ്ടഡ് ട്രാപ്പാണ്. ഭിത്തിയുടെ ഭാഗത്തേക്കാണ് പി ട്രാപ്പിന്റെ കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെക്കുക.
നമ്മൾ ഒരു ക്വസ്റ്റിനിൽ നിന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പതുക്കെ പോകുന്നത്. ആർക്കും ബുദ്ധിമുട്ടൊന്നും ആവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിരിക്കുന്നത് കഴിവതും നമ്മുടെ ക്ലാസ്സിൽ പറയാത്ത പോയിന്റുകളാണ്. കാരണം ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ കൂടുതലും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ആരും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വിച്ച് സാനിറ്ററി ഫിറ്റിംഗ് ഈസ് യൂസ്ഡ് ടു ഡിസ്പോസ് ഹ്യൂമൻ വേസ്റ്റ്? നമുക്കറിയാം അത് ടോയ്ലറ്റ് ആണ്. അത്ര വലിയ പാടൊന്നുമല്ല. ഡിസ്പോസ് ഹ്യൂമൻ വേസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ടോയ്ലറ്റ് ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ ഷവർ ഹെഡ്? ഷവർ ഹെഡിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? ടു ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ഫോർ ബേത്തിങ് അല്ലെ? ടു ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ഫോർ ബേത്തിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which type of valve is often used in urinals to control water flow? ഇതിൽ ഏത് വാൽവാണ് യൂറിനൽസിലൊക്കെ ഉപയോഗിക്കുന്നത്? ഏറ്റവും ശരിയായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഫ്ലഷ് വാൽവ് തന്നെയാണ്. ഫ്ലഷ് വാൽവ് ഒരു നല്ല ഇതല്ല, കാരണം കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് കാണുമ്പോഴത്തേക്കും. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ പ്രൊവൈഡിങ് എ slope in the pipes of a house drainage system? What is the main reason for providing a slope in the pipes of a house drainage system? എന്തിനാണ് ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിലെ പൈപ്പുകളിൽ നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത്? ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വാട്ടർ ഫ്ലോ, ടു പ്രിവെന്റ് ദി അക്യുമുലേഷൻ ഓഫ് ഡെബ്രിസ്, ടു റെഡ്യൂസ് ദി പ്രഷർ ഇൻ ദ പൈപ്പ്, ടു അലൗ ദി പൈപ്സ് ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട്. സ്ലോപ്പ് കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ്? ടു പ്രിവെന്റ് ദി അക്യുമുലേഷൻ ഓഫ് ഡെബ്രിസ്. ഡെബ്രിസ് എന്തെങ്കിലും അടിഞ്ഞാൽ തന്നെയും അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വെലോസിറ്റി കിട്ടണം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബ്രിസ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് തന്നെയാണ്. ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റേഴ്സ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റേഴ്സ്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ആക്ടിവേറ്റഡ് കാർബൺ എന്ന് മനസ്സിൽ വരുന്ന ഉടനെ ഓർക്കേണ്ട കാര്യം, ഒരു വാക്ക് ആദ്യം വരണം, എന്താണ്? അഡ്സോർപ്ഷൻ. എന്തിനു വേണ്ടി? കളറിനെയും ഓർഡറിനെയും ടേസ്റ്റിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കി. ടു എലിമിനേറ്റ് ഡിസോൾഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഓഡേഴ്സ്. ബാക്കിയുള്ളതൊന്നും ഒരോപ്ഷനും നമ്മൾ പഠിച്ചതുമായിട്ടൊരു ബന്ധമില്ല. ടു ഡിസിൻഫെക്ട് അല്ല, ഡിസിൻഫെക്ഷനും ആക്ടിവേറ്റഡ് കാർബണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടു ന്യൂട്രലൈസ് ദി pH ഓഫ് വാട്ടർ, നോ. സോ ദി കറക്റ്റ് ഓപ്ഷൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ ഈസ് ടു എലിമിനേറ്റ് ഡിസോൾഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഓഡേഴ്സ്. Which of the following is the most common cause of blockage in house drainage system? Most common cause of blockage in house drainage system ഏതാണ്? ഹൈ വാട്ടർ പ്രഷർ അല്ല, ഇൻകറക്റ്റ് പൈപ്പ് സ്ലോപ്പ് ആണോ, എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജന്റ് അല്ല, ഫ്രീക്വന്റ് ഫ്ലഷിംഗ് ഓഫ് ടോയ്ലറ്റും അല്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മെയിൻ കോസ് ഓഫ് ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് പൈപ്പ് സ്ലോപ്പ് ആണ്. നമ്മുടെ പൈപ്പ് സ്ലോപ്പ് കറക്റ്റ് അല്ലെങ്കിൽ അത് ബ്ലോക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ആലോചിക്കുക, എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സീവേജ് എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഗുരുത്വാകർഷണം മാത്രം ഉപയോഗിച്ചിട്ടാണ്. ഗുരുത്വാകർഷണം മാത്രം ഉപയോഗിച്ചിട്ടാണ് സീവേജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ഒരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ആ സ്ലോപ്പിൽ ഒരു വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വസ്തുക്കൾ അടിഞ്ഞുകൂടാനും ബ്ലോക്ക് ആവാനും ചാൻസ് ഉണ്ട്. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് പൈപ്പ് സ്ലോപ്പ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബാക്ക് ഫ്ലോ പ്രിവെന്റർ in a plumbing system? Backflow preventer: to increase water pressure, to prevent water from flowing backward in the supply line, to filter impurities from the water supply, to regulate to the temperature of water. അത്രയൊന്നും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. To prevent the water from flowing backward into the supply line. So the answer is option B. Okay, next question. In the context of sanitary engineering, what does the term grey water refers to? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാനിറ്ററി എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ദാറ്റ് കണ്ടെയ്ൻസ് ഹ്യൂമൻ വേസ്റ്റ്, വാട്ടർ ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ വാഷിംഗ് ആൻഡ് ബാത്തിങ്, വാട്ടർ ഫ്രം ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, വാട്ടർ ദാറ്റ് ഹാസ് ബീൻ കെമിക്കലി ട്രീറ്റഡ്. എന്താണ് ഗ്രേ വാട്ടർ?
മനുഷ്യ വിസർജ്യം അടങ്ങിയിട്ടില്ലാത്ത വേസ്റ്റ് വാട്ടർ, അതാണ് കറക്റ്റ് ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. മനുഷ്യ വിസർജ്യം അടങ്ങിയിട്ടില്ലാത്ത വേസ്റ്റ് ആണ് ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യ വിസർജ്യം അടങ്ങിയിട്ടുള്ള വേസ്റ്റിനെ നമുക്ക് എന്ത് പറയാം? ഫോർ എക്സാമ്പിൾ വാട്ടർ ദാറ്റ് കണ്ടെയ്ൻസ് ഹ്യൂമൻ വേസ്റ്റ്, അതിനെ നമുക്ക് എങ്ങനെ പറയാം? അതാണ് ബ്ലാക്ക് വാട്ടർ. ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞാൽ മനുഷ്യ വിസർജ്യം അടങ്ങിയിട്ടില്ലാത്ത വേസ്റ്റ്, ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ മനുഷ്യ വിസർജ്യം അടങ്ങിയിട്ടുള്ള വേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം കൂടെ പഠിച്ചാലോ? ഈ ഗ്രേ വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പ്, ഗ്രേ വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പ്, ആ പൈപ്പിനെ നമുക്ക് എന്ത് പറയാം? ഗ്രേ വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പിനെ പറയുന്ന പേരാണ് എന്ത്? വേസ്റ്റ് പൈപ്പ്. ഗ്രേ വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പ്, അതായത് നമ്മളുടെ വാഷ് ബേസിനും കിച്ചൺ സിങ്കും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിന്റെ പറയുന്ന പേരെന്താണ്? വേസ്റ്റ് പൈപ്പ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ പഠിച്ചാലോ? ബ്ലാക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പിനെ നമുക്ക് എന്ത് പറയാം? ബ്ലാക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പിനെ നമുക്ക് പറയുന്ന പേരാണ് സോയിൽ പൈപ്പ്. ബ്ലാക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പിനെ പറയുന്ന പേരാണ് വേസ്റ്റ് പൈപ്പ്. എന്നാ പിന്നെ അധികം ആരും കേട്ടിട്ടില്ലാത്ത മറ്റൊരു പൈപ്പിനെ പറ്റി കൂടെ പറഞ്ഞാലോ? എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അധികം ആരും അത് കേട്ടിട്ടുണ്ടാവില്ല. ആ പൈപ്പിനെ പറയുന്ന പേരാണ്, ഞാൻ ഇവിടെ എഴുതുകയാണ്, ആന്റി സൈഫണേജ് പൈപ്പ്. ആന്റി സൈഫണേജ് പൈപ്പ്. എന്താണ് ആന്റി സൈഫണേജ് പൈപ്പ്? ഞാൻ അതിന്റെ അത് ചില ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ചില സൈറ്റിൽ അതിന്റെ കറക്റ്റ് ഫോട്ടോ ഉണ്ടാകും. ആന്റി സൈഫണേജ് പൈപ്പ് എനിക്ക് ഇപ്പൊ തോന്നിയതായത് കൊണ്ടാണ് ഞാനത് നേരത്തെ എടുത്തു വെക്കാഞ്ഞത്. ഇപ്പോഴാണ് അതിനെപ്പറ്റി പറയണമെന്ന് തോന്നിയത്. ആന്റി സൈഫണേജ് പൈപ്പ് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കണ്ടാൽ മനസ്സിലാകുന്ന ഒരു പടം വേണമല്ലോ. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഒന്നും കാണുന്നില്ല ആന്റി സൈഫണേജ് പൈപ്പിന്റെ. ഓക്കെ, ഞാൻ ഏതായാലും ഉള്ള ഒരെണ്ണം വെച്ച് കാണിക്കാം. ദാ ഇതില് ക്ലിയറും അല്ല. ഓക്കെ, അതിന്റെ പടം നമുക്ക് പിന്നീട് നോക്കാം. കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. ആന്റി സൈഫണേജ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആന്റി സൈഫണേജ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വാട്ടർ സീലിനെ പറ്റിയും ട്രാപ്പിനെ പറ്റിയും ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മുമ്പ്. ട്രാപ്പിന്റെ അകത്ത് എപ്പോഴും കുറച്ച് വാട്ടർ സീലുണ്ട്. ഈ വാട്ടർ സീലാണ് ഫൗൾ ഗ്യാസസിനെയൊക്കെ നമ്മുടെ റൂമിലേക്ക് വരാതെ തടയുന്നതെന്ന് പറഞ്ഞല്ലോ. ആ വാട്ടർ സീല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൈപ്പാണ് ആന്റി സൈഫണേജ് പൈപ്പ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു മെയിൻറ്റെയിൻ വാട്ടർ സീൽ. ടു മെയിൻറ്റെയിൻ വാട്ടർ സീൽ, അതാണ് ആന്റി സൈഫണേജ് പൈപ്പിന്റെ കർത്തവ്യം എന്ന് പറയുന്നത്, ടു മെയിൻറ്റെയിൻ വാട്ടർ സീൽ. പിന്നെ വെന്റ് പൈപ്പിനെ പറ്റി നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. എന്താ വെന്റ് പൈപ്പ്? ഫൗളായിട്ടുള്ള ഗ്യാസസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാനുള്ള പൈപ്പാണ് എന്ത്? വെന്റ് പൈപ്പ്. അപ്പൊ നമ്മൾ എത്ര പൈപ്പിനെ പറ്റി ഇപ്പൊ ഡിസ്കസ് ചെയ്തു? സോയിൽ പൈപ്പ് ഉണ്ട്, വേസ്റ്റ് പൈപ്പ് ഉണ്ട്, ആന്റി സൈഫണേജ് പൈപ്പ് ഉണ്ട്, വെന്റ് പൈപ്പ് ഉണ്ട്. 4 പൈപ്പുകളെ പറ്റി ഈ ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഓക്കെ, നല്ലൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മോഡേൺ മെത്തേഡ് ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് ദാറ്റ് യൂസസ് മൈക്രോ ഓർഗാനിസംസ് ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ? മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ച് ഓർഗാനിക് മാറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ് ഇതിലേതാണ്? കെമിക്കൽ ഓക്സിഡേഷൻ, എയറോബിക് ഡൈജഷൻ, ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഓപ്ഷൻസ് കാരണം അത് വളരെ ഈസിയർ ആയിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ? ഏതാണ്? ബയോളജിക്കൽ മെറ്റബോളിസം ആണ് ശരിക്കും ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്, പക്ഷെ ഇവിടെ എയറോബിക് ഡൈജഷൻ എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും എന്താ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുന്നത്? ബയോളജിക്കൽ പ്രോസസ്. ഇതാണ് കറക്റ്റ്. ഈ ബയോളജിക്കൽ പ്രോസസ്സ് 2 തരത്തിൽ ചെയ്യാം. മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്നത് തന്നെയാണ് ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുക.
അതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് മാത്രമാണ് എന്ത്? എയ്റോബിക്. മറ്റൊരു ടൈപ്പ് കൂടെ ഉണ്ട്, എന്ത്? അനൈറോബിക്. എന്താണ് എയ്റോബിക്കും എന്താണ് അനൈറോബിക്കും? ഓക്സിജന്റെ പ്രസൻസിൽ, ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എയ്റോബിക്കും, ഓക്സിജൻ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അനൈറോബിക്കുമാണ്. എയ്റോബിക് രീതിയിലും അനൈറോബിക് രീതിയിലും പ്രവർത്തിക്കുന്ന ധാരാളം യൂണിറ്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് സെപ്റ്റിക് ടാങ്കിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ഈ സെപ്റ്റിക് ടാങ്ക് ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ വരും? അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റിക് ടാങ്ക് ഈ രണ്ട് കാറ്റഗറിയിൽ ഏതിൻ്റെ അകത്ത് വരുന്നതാണ്? അനൈറോബിക്കിനകത്ത് വരുന്നതാണ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് അല്ലാതെ വേറെ എന്തുണ്ട്? സെപ്റ്റിക് ടാങ്കിന് തന്നെ കുറച്ചുകൂടി കൂടിയ ഒരു വകഭേദമുണ്ട്, ഇംഹോഫ്. എന്നെ പറയുന്ന പേരാണ് ഇംഹോഫ്, IMHOFF. ഇംഹോഫ് ടാങ്ക് ഏതാണ്? അനൈറോബിക്ക അല്ലേ? അതും അല്ലെങ്കിൽ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ഉണ്ട്. ഇത് കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ഉണ്ട്. ഇത് മൂന്നും അനൈറോബിക് രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇനി എയ്റോബിക് രീതിയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലോ നമുക്കറിയാം ഓക്സിഡേഷൻ പോണ്ട് ഉണ്ട്. പേരുകളെങ്കിലും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഓക്സിഡേഷൻ പോണ്ട്. പിന്നെ എന്താണ് ഓക്സിഡേഷൻ പോണ്ട് അല്ലാതുള്ളത്? അവിടെ നിന്നാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ നോക്കിയേ. ഓക്സിഡേഷൻ പോണ്ട് അല്ലാതെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഉണ്ട്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഉണ്ട്. അതേപോലെ ട്രിക്ലിംഗ് ഫിൽറ്റർ ഉണ്ട്. ഇത് നമുക്ക് സിലബസിലുള്ളത് മാത്രമാണ് ഞാൻ എഴുതുന്നത്. ഇത് കൂടാതെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബയോളജിക്കൽ പ്രോസസ്സിന്റെ, അതായത് മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നതെല്ലാം. കുറച്ചെണ്ണം എയ്റോബിക് രീതിയിലും കുറച്ച് അനൈറോബിക് രീതിയിലും പ്രവർത്തിക്കുന്നു എന്നതേ ഉള്ളൂ. ഓക്കെ, നല്ലൊരു ചോദ്യമായിരുന്നു ഇതും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ഡുവൽ ഫ്ലഷ് ടോയ്ലറ്റ്? ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റ് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? കാണിക്കാം. ഡുവൽ ഫ്ലഷ് ടോയ്ലറ്റ്. നിങ്ങൾ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതാണല്ലോ ഫ്ലഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതാണ് നമ്മൾ ഇത് ഞെക്കുമ്പോഴാണ് ഫ്ലഷ് ആവുന്നത്. അപ്പൊ ഈ ഡുവൽ ഫ്ലഷ് എന്ന് ഉദ്ദേശിച്ചത് ഇത് ഒറ്റ ബട്ടൺ അല്ല ഫ്ലഷ് ചെയ്യാൻ. മിക്ക ആൾക്കാരും ഇത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. ചില ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് മാത്രമേ ഇത് കറക്റ്റ് എന്തിനാണെന്ന് അറിയത്തുള്ളൂ. ഈ ചെറിയ ഫ്ലഷിൽ ഞെക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ ഫ്ലഷ് ആയിട്ട് വേസ്റ്റ് ആവൂ. വലിയ ബട്ടണിൽ ഞെക്കുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം ഫ്ലഷിനായിട്ട് പോകും. അതായത് വെള്ളം കൺസർവ് ചെയ്യുക എന്നുള്ള പഴയ ഇതാണെങ്കിൽ, പഴയ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, ഒറ്റ ഫ്ലഷേ ഉള്ളൂ. ഒരു ഫ്ലഷിന് അത് ചെറിയ ആവശ്യമായാലും വലിയ ആവശ്യമായാലും ആ ഫുൾ വെള്ളവും ഫ്ലഷിനായിട്ട് വേസ്റ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചെറിയ ബട്ടൺ അമർത്തുക, കുറച്ചധികം വെള്ളം വേണമെങ്കിൽ വലിയ ബട്ടൺ അമർത്തുക. ഇതാണ് ഡുവൽ ഫ്ലഷ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഡുവൽ ഫ്ലഷ് ടോയ്ലറ്റ് ഇൻ എ പ്ലംബിംഗ് സിസ്റ്റം? To increase the flow rate of water, it allows for different flushing volumes to conserve water, it eliminates the need for a separate plumbing trap, it reduces the pressure required to flush. ഏതാണ് അത്? കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും. It allows for different flushing volume to conserve water. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചോദ്യങ്ങൾ വേണോ? ഒരൊറ്റ ഫ്ലഷിൽ സാധാരണ എത്ര ലിറ്റർ വെള്ളമാണ് പോകുന്നത്? പുതിയ മോഡേൺ ഫ്ലഷിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ, ഇപ്പോൾ 5 ലിറ്റർ വെള്ളമാണെങ്കിലും അതിലും കുറവ് ഉപയോഗിക്കുന്ന ഫ്ലഷിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ പഴയ ഫ്ലഷിംഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 15 ലിറ്റർ വെള്ളമൊക്കെ ഒറ്റ ഫ്ലഷിൽ വേസ്റ്റ് ആവാറുണ്ട്. പഴയ ഫ്ലഷിംഗ് സിസ്റ്റത്തിന്റെ കാര്യമാണ്. പിന്നെ ഒരു നല്ല ചോദ്യം കണ്ടിട്ടുള്ളത്, ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റിൽ എത്ര ഉയരത്തിൽ വെച്ചാലാണ് നല്ല ഫ്ലഷിംഗ് നടക്കുക? ശ്രദ്ധിക്കുക, ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റിന്റെ കാര്യമാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റിൽ ഫ്ലഷിംഗ് സിസ്റ്റം കണ്ടിട്ട് പോലും ഇല്ല മിക്ക സ്ഥലങ്ങളിലും. ആകെപ്പാടെ കൊടുക്കുന്നത് ഈ പബ്ലിക് സ്പേസിൽ, പബ്ലിക് ടോയ്ലറ്റിലൊക്കെയാണ് ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റിൽ ഫ്ലഷിംഗ് സിസ്റ്റം അവർ കൊടുക്കുക. അത് നല്ല ഉയരത്തിലാണ് വെച്ചേക്കുന്നത്. നല്ല ഫ്ലഷ് കിട്ടും. ഒരു 2 മീറ്ററെങ്കിലും ഉയരത്തിൽ വെക്കണം.
നെറ്റ് ചുളിക്കണ്ട, 2 മീറ്റർ എന്ന് തന്നെയാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ അവരൊരു ചരട് പോലത്തെ സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജസ്റ്റ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഫ്ലഷ് ആയി. യൂറോപ്യൻ ക്ലോസറ്റിൽ പക്ഷേ അത്ര ഉയരത്തിൽ വെക്കണമെന്നില്ല. ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റിലെ 2 മീറ്റർ എങ്കിലും ഉയരത്തിൽ കൊടുക്കണമെന്ന് ആണ് പറയുന്നത്, നല്ല ഫ്ലഷ് കിട്ടാൻ. അതിലും താഴെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ, 2 മീറ്റർ ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നില്ല ഞാൻ. ഇൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ, വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് ഫ്ലോക്കുലന്റ്? In water purification, what is the primary role of flocculant? To disinfect water, to neutralize the pH of water, to cause suspended particles to clump together for easier removal, to add essential minerals to water. എന്താണ് പ്രൈമറി റോൾ ഓഫ് ഫ്ലോക്കുലന്റ്? ഫ്ലോക്കുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വാക്കിന്റെ അർത്ഥം തന്നെ കട്ട പിടിപ്പിക്കുക എന്നതാണ് അല്ലേ? ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ടയായിട്ട് പിടിപ്പിക്കുക. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? To cause suspended particles to clump together for easier removal. ഇതാണ് ഇതിൻ്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ നല്ലപോലെ ഫ്ലോക്ക് ഫോർമേഷൻ നടക്കാൻ നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൊയാഗുലന്റ് ഏതാണ്? അതും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൊയാഗുലന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സലി അഡോപ്റ്റഡ് കൊയാഗുലന്റ് എന്നൊക്കെ ചോദിച്ചു കളയും. ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന കൊയാഗുലന്റ്? യെസ്, അലൂമിനിയം സൾഫേറ്റ് എന്ന് വിളിക്കുന്ന ആലം. അലൂമിനിയം സൾഫേറ്റ് എന്ന് വിളിക്കുന്ന ഈ പേര് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ കേട്ടോ, അലൂമിനിയം സൾഫേറ്റ് എന്ന പേര് കൂടി അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കെമിക്കൽ ഫോർമുല പഠിച്ചാലോ? അതൊക്കെ ചോദിക്കുവോ? അങ്ങനെ സംശയമുണ്ടോ? തീർച്ചയായിട്ടും ചോദിക്കും. കെമിക്കൽ ഫോർമുലയും അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല? ഇവിടെ എഴുതാമേ. Al2 SO4 thrice 18H2O. ഇതാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല. ആലത്തിന്റെ കെമിക്കൽ ഫോർമുലയാണിത്. Al2SO4 thrice 18H2O. അലൂമിനിയം സൾഫേറ്റ് എന്ന ഇതും ചോദിച്ചിട്ടുണ്ട്. ആലം എന്ന് മാത്രം പഠിച്ചിട്ട് പോയത് അലൂമിനിയം സൾഫേറ്റ് എന്ന് കൂടി പഠിക്കണം, അതും ചോദിച്ചിട്ടുണ്ട്, ഇതും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതെന്ന് ചോദിക്കാം. ആലം യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലോക്ക് ഫോർമേഷന് ഹെൽപ്ഫുൾ ആകുന്ന കോമ്പൗണ്ട് ഏതാണ്? നമുക്കറിയാം, ആലം വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ജെല്ല് പോലെയുള്ള സബ്സ്റ്റൻസ് വെള്ളത്തിൽ ഫോം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് കോമ്പൗണ്ടാണ് ആ ജെല്ല് പോലെയുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ആ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പൗണ്ട്. മറ്റൊരു ചോദ്യം പറഞ്ഞാലോ? ആലം ഉപയോഗിക്കുമ്പോൾ അവിടെ ഹാർഡ്നെസ് ഉണ്ടാവുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് തരം ഹാർഡ്നെസ് ആണ് അവിടെ ഉണ്ടാവുന്നത്? അതും നല്ലൊരു ചോദ്യമല്ലേ. അവിടെ ഉണ്ടാവുന്ന ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം സൾഫേറ്റ് ആണ് അവിടെ ഉണ്ടാവുന്ന ഹാർഡ്നെസ് എന്ന് പറയുന്നത്. എത്ര ചോദ്യമായി? ഇനി ചോദ്യം വേണോ? ആലം ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ ഫ്ലോക്ക് ഫോർമേഷൻ നടക്കണമെങ്കിൽ pH ഏത് റേഞ്ചിലായിരിക്കണം? അതും ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നതല്ലേ. pH 6.5 to 8.5 റേഞ്ചിലാണെങ്കിലാണ്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ആലം ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി വേണോ ക്വസ്റ്റ്യൻ? ആലം എന്നല്ല, ഏതൊരു കെമിക്കൽ ആണെങ്കിലും ഒരു കറക്റ്റ് ഡോസേജിൽ ആഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്താ പറയുക ഏറ്റവും നല്ല എഫിഷ്യൻസി കിട്ടുക. ആ കറക്റ്റ് ഡോസേജിനെ പറയുന്ന പേരെന്ത്? എന്താണ് കറക്റ്റ് ഡോസേജിനെ പറയുന്ന പേര്? ഒപ്റ്റിമം ഡോസ് എന്നാണ് അല്ലേ? ഈ ഒപ്റ്റിമം ഡോസേജ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏത് ടെസ്റ്റാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എന്ത് ടെസ്റ്റാണ്? അറിയാമെങ്കിൽ അവിടെ ഇരുന്നാണെങ്കിലും ഒന്ന് മനസ്സിൽ പറയുക. ജാർ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആലത്തിന്റെ ഒപ്റ്റിമം ഡോസേജ് കണ്ടുപിടിക്കുക. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ? ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഏകദേശം പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്തു എന്ന് തോന്നുന്നു. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. What is the purpose of an overflow pipe in a water storage tank? Overflow പൈപ്പിന്റെ ഉപയോഗം എന്താണ്? To increase water pressure, to allow excess water to escape and prevent overflow, to filter out impurities from the stored water, to regulate the temperature of
വാട്ടർ. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഉത്തരം എന്താണ്. To allow excess water to escape and prevent overflow. Option B is the right answer. Overflow pipe എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ, അതായത് എക്സസ് ആയിട്ട് വരുന്ന വെള്ളത്തിനെ എങ്ങനെയും ഡൈവേർട്ട് ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following sanitary fitting is the most commonly used in areas where frequent water shortage? വെള്ളം തീരെ കുറവുള്ളിടത്ത് ഏത് തരം ടോയ്ലറ്റ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? സ്റ്റാൻഡേർഡ് ഫ്ലഡ് ടോയ്ലറ്റ് ഒക്കെ വെള്ളം കുറവുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് തന്നെ അറിയാം ഡ്യുവൽ ഫ്ലഷും പറ്റില്ല. ഡ്യുവൽ ഫ്ലഷ് വെള്ളത്തിന്റെ കൺസപ്ഷൻ കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഏതാണെന്നറിയാമോ? ഞാൻ കാണിച്ചു തരാം. നല്ല ഫിഗർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും നല്ല എന്താണ്? കമ്പോസ്റ്റ് ടോയ്ലറ്റ് ആണ്. കമ്പോസ്റ്റ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമ്പോസ്റ്റ് ടോയ്ലറ്റ്. അതായത് ഈ ടോയ്ലറ്റ് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ, ഇത് ഏകദേശം ഇതേപോലെ ഒരു സെറ്റപ്പാണ്. ഹ്യൂമൻ വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ വിസർജ്യം വളമാക്കി മാറ്റുക. ഇത് കണ്ടോ, ഇതായിരിക്കും ടോയ്ലറ്റ്. ഇതിന് താഴെ സെപ്റ്റിക് ടാങ്കിലേക്കല്ല, ഡ്രൈ വേസ്റ്റ് ആണ്, അതായത് ഫ്രഷോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് താഴെ എന്താണ് പറയുക, വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് കളക്ട് ചെയ്യുക, അതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുക. ഇത് കേൾക്കുമ്പോൾ പലർക്കും അരോചകമായി തോന്നാമെങ്കിലും ഇതിൻ്റെ നിലവിൽ നല്ലതുപോലെ വർക്കിംഗ് വേർഷൻ ഇപ്പോഴും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലെ ഗ്രാമമേഖലയിലൊക്കെ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാകൂ. അങ്ങനെയുള്ള ഇത്രയും സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവരത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ നാട്ടിലെ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനൊക്കെ അതുകൊണ്ട് തന്നെ വളരെ വളരെ കുറവാണ്. ഓക്കെ, ഇവരിത് വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ ഇത്ര നാൾ കൂടിയിരിക്കുമ്പോൾ ഇത് കളക്ട് ചെയ്ത് കൊടുക്കുന്നപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല. കാരണം പൂർണ്ണമായിട്ടും അപ്പോഴേക്ക് ഇത് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാവും. ഇതവർ വിളകൾക്ക് മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ് ആണ് ഇതിൻ്റെ ഉത്തരം. വെള്ളം തീരെ കുറവുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് ആണ് എന്ത്? കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റുകൾ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് യൂസിങ് എ പ്രഷറൈസ്ഡ് സീവേജ് സിസ്റ്റം ഇൻ എ റെസിഡൻഷ്യൽ ഏരിയ? നമ്മൾ സാധാരണഗതിയിൽ സീവേജ് കൺവേ ചെയ്യാൻ പ്രഷറൈസ്ഡ് സിസ്റ്റം ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, പൂർണ്ണമായും ഗ്രാവിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. ഇനി പ്രഷറൈസ്ഡ് ആക്കിയാൽ എന്തായിരിക്കും മെച്ചം? അത് നോക്കി, ഇറ്റ് റെഡ്യൂസസ് ദി നീഡ് ഫോർ റെഗുലർ മെയിൻ്റനൻസോ അങ്ങനെയൊന്നും അല്ല. ഇറ്റ് അലൗസ് ദി സീവേജ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് വിത്തൗട്ട് ഗ്രാവിറ്റി. അല്ലേ? അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും മെച്ചമെന്ന് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. പ്രഷറൈസ്ഡ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതാണ് മറ്റൊരു കാര്യം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ക്ലാരിഫയർ? ക്ലാരിഫയറിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലാരിഫയർ? ടു ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രിസ് ആണോ? ടു സെറ്റിൽ ഔട്ട് സസ്പെൻഡഡ് സോളിഡ്സ് ആണോ? ടു ഡിസ്ഇൻഫെക്ട് ദി സീവേജ് ആണോ? ടു എയറേറ്റ് ദി സീവേജ് ആണോ? എന്താണ് ക്ലാരിഫയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ടു സെറ്റിൽ ഔട്ട് സസ്പെൻഡഡ് സോളിഡ്സ്. സസ്പെൻഡഡ് സോളിഡ്സിനെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ക്ലാരിഫയറിന്റെ ഉദ്ദേശം. ഇപ്പൊ നമ്മളുടെ സെഡിമെന്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി യൂണിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ പ്രിലിമിനറിയും പ്രൈമറി ഉണ്ടല്ലോ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ. അങ്ങനെയെങ്കിൽ നമ്മളുടെ പ്രൈമറി യൂണിറ്റില് എത്രയാണ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റിയുടെ റിമൂവൽ എഫിഷ്യൻസി? അറിയാവുന്നവരൊന്ന് വേഗം കമന്റ് ചെയ്തേ. എത്രയാണ്? 60 മുതൽ 70% വരെ അല്ലേ? അങ്ങനെയാണെങ്കിൽ BOD റിമൂവൽ എഫിഷ്യൻസിയോ അവിടെ എത്രയാ? 20 to 30% അല്ലേ? അപ്പൊ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ക്ലാരിഫയർ എന്ന് പറഞ്ഞാൽ ഓർക്കുക, സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിനെ സെറ്റിലാക്കുക എന്നുള്ള, സസ്പെൻഡഡ് ഓർഗാനിക് എന്ന് വേണമെങ്കിൽ പറയാം. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ യൂസിങ് കോപ്പർ പൈപ്സ് ഇൻ പ്ലംബിംഗ് സിസ്റ്റം ഫോർ ഹോട്ട് വാട്ടർ സപ്ലൈസ്? ഹോട്ട് വാട്ടർ ഒക്കെ കൺവേ ചെയ്യാൻ എന്തുകൊണ്ട് കോപ്പർ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നു? എന്ത് മെച്ചമാണ് കോപ്പറിന് ഉള്ളത്? They are lightweight and easy to install. They have excellent resistance to corrosion and high temperature.
they are cheaper than other piping material, they can be easily bent down with the tool. താഴെ കൊടുത്തിരിക്കുന്ന ഏത് മെച്ചം കൊണ്ടാണ് കോപ്പറിനെ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്? ഏതാണ്? they have excellent resistance to corrosion and high temperature. കോപ്പറിന്റെ ഈ ഒരു പ്രോപ്പർട്ടി മൂലമാണ് നമ്മൾ കോപ്പർ പൈപ്പ്സ് കൂടുതലും ഹോട്ട് വാട്ടർ ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. Which of the following system is used to remove solid waste from wastewater before it enters the സീവർ സിസ്റ്റം? ഏതാ? ഓപ്ഷൻസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഗ്രീസ് ട്രാപ്പ് ആണോ? കാരണം ഗ്രീസും ഫാറ്റും ഓയിലും ഒക്കെ മാത്രം മാറ്റാൻ വേണ്ടിയാണ് ഗ്രീസ് ട്രാപ്പ് ഉപയോഗിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് അല്ല, നമുക്കറിയാം. സിൽറ്റ് ട്രാപ്പും ഇന്റർസെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ട്രാപ്പ് അല്ലെങ്കിൽ എല്ലാത്തിനെയും തടയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് സോളിഡ് വേസ്റ്റ് മാത്രമാണ്. അതെന്താണ്? സിൽറ്റ് ട്രാപ്പാണ് കേട്ടോ. ഇന്റർസെപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓയിലും ഗ്രീസും സിൽറ്റും സോളിഡ്സും എല്ലാത്തിനെയും തടയുന്നതിനെയാണ് ഇന്റർസെപ്റ്റർ എന്ന് പറയുന്നത്. ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഉത്തരം എന്താണ്? സിൽറ്റ് ട്രാപ്പാണ് ഈ ഓപ്ഷൻസിൽ ഏറ്റവും ചേർന്ന് പോകുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. In public health engineering, what is the significance of the term biochemical oxygen demand? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാനിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഈ വട്ടം ജൂനിയർ ഇൻസ്ട്രക്ടറിന് ഈ BOD-യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാലും അതിശയിക്കാനില്ല. നിങ്ങൾ അതിശയിക്കരുത്. കാരണം എന്താ? മിക്ക എക്സാമിനും BOD ഒരു മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ്. എന്താണ് BOD? It measures the amount of dissolved oxygen in water. It indicates the presence of harmful bacteria in water. It measures the amount of organic matter in water. It indicates the acidity of water. എന്താണ് BOD അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? It measures the amount of organic matter in water. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങളൂടെ പഠിച്ചാലോ? BOD, ആദ്യമേ ഞാൻ BOD-യുടെ ഗ്രാഫിൽ നിന്ന് തുടങ്ങാം. ഇത് കുറച്ച് സ്പേസ് കുറവുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെ ഇരിക്കും BOD-യുടെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് BOD-യുടെ ഗ്രാഫ് വരുന്നത്. Y ആക്സിസിൽ നമുക്ക് BOD, X ആക്സിസിൽ നമുക്ക് ടൈം. ചിലപ്പോൾ ഓപ്ഷനകത്ത് അവർ സ്റ്റാൻഡേർഡ് BOD-യുടെ ഗ്രാഫ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര മാത്രമേ കാണൂ? ഇങ്ങനെ മാത്രമേ ഗ്രാഫ് കാണുകയുള്ളൂ എന്ന് ഓർക്കുക. കാരണം എന്താണ്? ഇതിപ്പോ ഒരു ഫുൾ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് BOD എന്ന് പറയുന്നത് എപ്പോഴും 5 ദിവസത്തേക്കാണ് മെഷർ ചെയ്യുന്നത് കേട്ടോ. 5 day BOD ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. 5 day BOD at 20 degree Celsius ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. എന്താണ് BOD എന്നൊന്നും മൊത്തം പറഞ്ഞു പോകാനുള്ള സമയം നമുക്കില്ല, പറയുന്നതിന് വിരോധം ഉണ്ടായിട്ടില്ല. അത്രയും ഒരുപാട് വലിയ ഒരു ടോപ്പിക്കാണ് BOD. സോ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സോ സ്റ്റാൻഡേർഡ് BOD നിങ്ങൾ മനസ്സിലാക്കാം, 5 ദിവസം കൊണ്ട് 20 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യുന്നതാണ്. അതുമല്ല എങ്കിൽ നമുക്ക് ഇന്ത്യൻ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരക്കാണെങ്കിൽ 3 day BOD at 27 ഡിഗ്രി സെൽഷ്യസിലും ചെയ്യാം. 3 day BOD at 27 ഡിഗ്രി സെൽഷ്യസിലും ചെയ്യാം. ഇന്ത്യൻ കണ്ടീഷനിൽ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 5 day BOD ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര മാത്രമേ കിട്ടൂ. ടോട്ടൽ BOD-യുടെ ഒരു 2/3 മാത്രമേ കിട്ടത്തുള്ളൂ. 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66%, ഏകദേശം 66% മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. രണ്ടും സെയിം തന്നെയാണ്. ഇതാണ് ഏതായാലും ഫുൾ ഗ്രാഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ചാട്ടം പോലെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഈ ഗ്രാഫില്? ഈ ഭാഗം, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് കാർബൺ ബേസ്ഡ് ഡിമാൻഡ് ആണ്. കാർബണേഷ്യസ് ഡിമാൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഡിമാൻഡ് എന്നൊക്കെ പറയും. ആദ്യമേ കാർബൺ ബേസ്ഡ് വസ്തുക്കളാണ് ഡീകമ്പോസ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൈട്രജൻ ബേസ്ഡ് ഡിമാൻഡ്, അല്ലെങ്കിൽ അതിനെ സെക്കൻഡ് സ്റ്റേജ് BOD എന്നൊക്കെ പറയും. അപ്പൊ ഇതാണ് ഗ്രാഫിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. 5 day BOD എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് BOD-യുടെ എത്ര ശതമാനമാണ്? അത് വേണമെങ്കിൽ ചോദിക്കാം. എത്രയാ?
2% അല്ലെങ്കിൽ 66%. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് BOD എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, എത്ര ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. വേണമെങ്കിൽ പ്രോബ്ലവും ചോദിക്കാം. വളരെ എളുപ്പമാണ് ഇതിന്റെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ. എങ്ങനെയാ BOD കണ്ടുപിടിക്കുന്നത്? BOD കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOD കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം എങ്ങനെയാണ്? BOD is equal to initial DO minus final DO into ഡയലൂഷൻ ഫാക്ടർ. ഡയലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര മടങ്ങ് വെള്ളം അതിൻ്റെ അകത്തുണ്ട് എന്നതാണ് ഡയലൂഷൻ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുകിൽ 300 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ ഓർ 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഡയലൂഷൻ. ഇതാണ് എന്ത്? നമ്മുടെ ഡയലൂഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മേഖലയാണ് BODയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് BODയിൽ നിന്ന് പഠിച്ചു. ഇതിന്റെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ഫുൾ ഫോം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെക്കാട്ടിലും കൂടുതൽ ശരി ബയോ കെമിക്കലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബയോ കെമിക്കൽ ഇതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ്റെ അകത്ത് ബയോ കെമിക്കലും ബയോളജിക്കലും ഉണ്ടായിരുന്നു. അവർ ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് ഏതാണ്? ബയോ കെമിക്കലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ആൻ ഓട്ടോമാറ്റിക് ഫ്ലഷ് ഇൻ പബ്ലിക് റെസ്റ്റ് റൂം? പബ്ലിക് ടോയ്ലറ്റിലേക്ക് ഓട്ടോമാറ്റിക് ഫ്ലഷ് വെച്ചുള്ള ഗുണം എന്താണ് എന്നതാണ്. കൺസേർവ്സ് വാട്ടർ ബൈ അഡ്ജസ്റ്റിംഗ് ഫ്ലഷ് വോളിയം, റെഡ്യൂസസ് ദി കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ, ഇറ്റ് പ്രിവെന്റ്സ് ദി ബാക്ക് ഫ്ലോ ഇൻടു ദി വാട്ടർ സപ്ലൈ, ഇറ്റ് എലിമിനേറ്റ്സ് ദി നീഡ് ഫോർ റെഗുലർ മെയിൻ്റനൻസ്. ആണ് ഏറ്റവും. കാരണം ചിലരൊന്നും ഫ്ലഷ് ചെയ്യാതെ പോയാലും തനിയെ ഇത് ഫ്ലഷ് ആയിക്കോളും, ഫ്ലഷ് അടിച്ചോളും. ഓക്കെ. What type of pump is the most commonly used pump in a residential sump pipe system? Sump pipe സിസ്റ്റത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പമ്പ് എന്ന് പറയുന്നത് ഏതാണ്? സബ്മേഴ്സിബിൾ പമ്പാണ്. നമ്മുടെ സാനിറ്ററി എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സബ്മേഴ്സിബിൾ പമ്പാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ പ്ലംബിംഗ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ചെക്ക് വാൽവ് ഇൻ എ ഹോട്ട് വാട്ടർ സിസ്റ്റം? ഹോട്ട് വാട്ടർ സിസ്റ്റം എന്നല്ല, ഏതൊരു സിസ്റ്റം ആണെങ്കിലും ചെക്ക് വാൽവിന് ആകെ ഒറ്റ പർപ്പസേ ഉള്ളൂ. എന്താണ് ചെക്ക് വാൽവിന്റെ പർപ്പസ്? ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുക. അത് മാത്രമാണ് എന്ത് വാൽവിന്റെ? ചെക്ക് വാൽവിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്. സീവേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് ആർ നോർമലി ഡിസൈൻഡ് ഫോർ? സീവേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് നോർമലി എത്ര വർഷത്തേക്കാണ് ഡിസൈൻ ചെയ്യുന്നത്? എളുപ്പമുള്ള ചോദ്യമാണ്. 15 മുതൽ 20 വർഷത്തേക്കാണ് നമ്മൾ സീവേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ വാട്ടർ സപ്ലൈ സിസ്റ്റം വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്രഷർ റെഡ്യൂസിങ് വാൽവ്? വളരെ എളുപ്പമായി പോയി. പ്രഷർ റെഡ്യൂസിങ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ആൻഡ് റെഗുലേറ്റ് ഹൈ ഇൻകമിംഗ് വാട്ടർ പ്രഷർ. ഒരുപാട് പ്രഷറിൽ വരികയാണെങ്കിൽ അതിനെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് റെഡ്യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. Which of the following method is commonly used for disinfecting drinking water in small scale treatment plant? ഡിസിൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ പേരേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഏതാണ്? UV rays. സാധാരണ ഇങ്ങനെ ചോദിക്കുകയാണ്, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസിൻഫെക്റ്റന്റ് ഇൻ പബ്ലിക് വാട്ടർ സപ്ലൈസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? അവിടെ ക്ലോറിൻ ആണ് കേട്ടോ. ഇപ്പൊ ഇവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് സ്മോൾ സ്കെയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്, പ്രൈവറ്റ് ബിൽഡിംഗ് വല്ലതും ആവാം. പക്ഷേ പബ്ലിക് വാട്ടർ സപ്ലൈസിന്, ലാർജ് സ്കെയിൽ പബ്ലിക് വാട്ടർ സപ്ലൈസിനൊക്കെ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന എന്താ പറയുക ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്? ക്ലോറിൻ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ക്ലോറിൻ്റെ ഏത് വകഭേദമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പബ്ലിക് വാട്ടർ സപ്ലൈസിലൊക്കെ ലിക്വിഡ് ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇനി ഏതായാലും ഗ്രാമപ്രദേശത്തോടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറിന്റെ വകഭേദം എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ ആണ് കേട്ടോ. ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ ഫോമിൽ ഈയിടെ ചോദിക്കുകയുണ്ടായി, എന്താ ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിം എന്താണ്? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് കേട്ടോ. കാൽസ്യം ബ്ലീച്ചിങ് പൗഡറിന്റെ പേരാണ് എഴുതുന്നത്, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. കെമിക്കൽ ഫോമുല എഴുതിയാലോ, CaOCl2. മറ്റൊരു ക്വസ്റ്റ്യൻ പറയട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പറയാം. ക്ലോറിൻ ഉപയോഗിച്ച് ഡിസിൻഫെക്ഷൻ നടത്തുന്നതിനെ ക്ലോറിനേഷൻ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കാം നമുക്ക്? അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോക്ലോറിനേഷൻ. ഹൈപ്പോക്ലോറിനേഷൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിമിൽ നിന്നാണ് ആ വാക്ക് വന്നത് കേട്ടോ, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റിൽ നിന്ന്. ഇനി അതുമല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ പറയാം, ബ്ലീച്ചിങ് പൗഡറിൽ എത്ര ശതമാനം ക്ലോറിൻ ഉണ്ട്? അതെല്ലാം നല്ല ചോദ്യങ്ങളാണ്. 30 മുതൽ 35% ക്ലോറിൻ കണ്ടന്റ് കേട്ടോ, 30 മുതൽ 35%. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ഇൻസ്റ്റാളിംഗ് എ ട്രാപ്പ് ഇൻ എ പ്ലംബിംഗ് ഫിക്സ്ചർ? നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു ടോപ്പിക്കാണ്. ട്രാപ്പിന് ഒറ്റ ഫംഗ്ഷനുള്ള എന്താ? ടു പ്രിവെന്റ് സീവർ ഗ്യാസസ് ഫ്രം എൻറ്ററിംഗ് ഇൻ ടു ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് സീവർ ഗ്യാസസ് വരാതെ തടയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ക്യാച്ച് ബേസിൻ? ക്യാച്ച് ബേസിൻ എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നീട് അത് മറക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഓരോന്നും കാണിച്ച് പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ബോറടിക്കുന്നുണ്ടോ? എന്താണെങ്കിലും കമന്റിലൊന്ന് മെൻഷൻ ചെയ്യുക. ക്യാച്ച് ബേസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിൽ നോക്കുമ്പോൾ ഇതാ ഇത്രേ കാണത്തുള്ളൂ. ഇതാണ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ക്യാച്ച് ബേസിന്റെ വ്യൂ. കണ്ടോ? ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ റോഡിൽ. അതും അല്ലെങ്കിൽ ഇതാണ് ക്യാച്ച് ബേസിൻ. കണ്ടോ? ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും റോഡിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇതാണ് ആക്ച്വലി ക്യാച്ച് ബേസിൻ. മിക്ക ആൾക്കാരും വിചാരിച്ചേക്കുന്ന വെള്ളം സീവർ ലൈൻ്റെ അകത്തേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇതെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മിക്ക ആൾക്കാരും. വെള്ളം സീവറിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അതിലപ്പുറം മിക്ക ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് പഠിക്കുന്നത് വരെ. പക്ഷേ ഇതിന്റെ ഫംഗ്ഷൻ, യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷൻ എന്താ? അതല്ല. പിന്നെയോ ഈ വെള്ളത്തിൻ്റെ അകത്തുള്ള ഇംപ്യൂരിറ്റീസ്, പ്രധാനമായിട്ടും മണലും ചരലും സിൽറ്റും ഗ്രിറ്റും ഒക്കെ സീവറിൻ്റെ അകത്തേക്ക് വരുന്നത് തടയുക. അതാണ് ഉദ്ദേശം. അതെങ്ങനെയാ തടയപ്പെടുന്നത്? ഇതിനകത്തൂടെ വെള്ളവും ചരലും എല്ലാം വന്ന് വീഴുമ്പോൾ ഈ മണലും ചരലും ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയതായതുകൊണ്ട് തന്നെ താഴെ കിടക്കും. കണ്ടോ? താഴെ അടിഞ്ഞു കിടക്കും. വെള്ളം മാത്രമായിരിക്കും ഈ പൈപ്പിലൂടെ സീവറിൻ്റെ അകത്തോട്ട് കിടക്കുന്നത്. ഇതെന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണലും ചരലും ഒക്കെ സീവറിൻ്റെ അകത്തോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരസൽ മൂലം നമ്മളുടെ സീവർ പൈപ്പിൻ്റെ ലൈഫ് കുറയും, തേയ്മാനം കൂടുതലായിരിക്കും. അപ്പോൾ കഴിവതും നമ്മൾ ഈ മണലും ചരലും ഒക്കെ സീവറിൻ്റെ അകത്തോട്ട് കയറുന്നത് തടയാൻ ശ്രമിക്കാറുണ്ട്. അതിനു വേണ്ടി കൊടുക്കുന്നതാണ് ക്യാച്ച് ബേസിൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഏതാണ് കറക്റ്റ് ആൻസർ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ക്യാച്ച് ബേസിൻ? ഏതാണ് ഏറ്റവും നല്ല ആൻസർ? ടു സ്റ്റോം വാട്ടർ അല്ല, ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ അല്ല, ടു കളക്ട് ആൻഡ് ഡൈവേർട്ട് സ്റ്റോം വാട്ടർ അല്ല, ടു ഫിൽറ്റർ ആൻഡ് പ്യൂരിഫൈ. ടു ഫിൽറ്റർ ആൻഡ് ഈ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ടു ഫിൽറ്റർ എന്നുള്ള വാക്കിന് അവിടെ പ്രസക്തി ഇല്ല, കാരണം ഫിൽറ്റർ ചെയ്തല്ല. പക്ഷെ അതല്ലാതെ വേറെ നല്ല ഓപ്ഷൻ ഇല്ല ഇതിൻ്റെ അകത്ത്. ഉണ്ടോ? ടു കളക്ട് ആൻഡ് ഡൈവേർട്ട് സ്റ്റോം വാട്ടർ ഫ്രം റൺ ഓഫ്. ടു കളക്ട് ആൻഡ് ഡൈവേർട്ട് സ്റ്റോം വാട്ടർ റൺ ഓഫ്. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി നല്ല ആൻസർ എന്ന് തോന്നുന്നു അല്ലേ? ടു ഫിൽറ്റർ ആൻഡ് ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് ദി സീവർ അല്ല. നല്ല ഒരു ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടു കളക്ട് ആൻഡ് ഡൈവേർട്ട് സ്റ്റോം വാട്ടർ റൺ ഓഫ് ഫ്രം സ്ട്രീറ്റ് ആൻഡ് സർഫസസ്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കുകയുണ്ടാവുക. ക്യാച്ച് ബേസിന്റെ യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു
പ്രിവെന്റ് സിൽറ്റ് ആൻഡ് ഡേർട്ട് ഫ്രം എൻറ്ററിങ് ഇൻ ടു ദി സീവർ ലൈൻ. ഞാൻ ക്വസ്റ്റ്യൻ അതേപടി കൊണ്ടുവന്നതാണ്, ഇതിൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ക്യാച്ച് ബേസിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രിവെന്റ് സിൽറ്റ് ആൻഡ് ഡേർട്ട് ഫ്രം എൻറ്ററിങ് ഇൻ ടു ദി സീവർ ലൈൻ. ഓക്കെ, അതാണ് ക്യാച്ച് ബേസിന്റെ യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷൻ. നമുക്ക് എന്തായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. What is the primary function of a sump pit in a basement drainage system? സമ്പ് പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ടിലൊക്കെ, ചില വലിയ കെട്ടിടങ്ങളുടെയൊക്കെ അണ്ടർഗ്രൗണ്ടിലൊക്കെ നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യത്തില്ലേ, അതാണ് സമ്പ് പിറ്റ് കേട്ടോ. ടു സ്റ്റോർ എക്സസ് വാട്ടർ എന്നുള്ളതാണ് ഇതിൻ്റെ പോയിന്റ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ സമ്പ് പിറ്റിൽ നിന്ന് പിന്നെയും വെള്ളം ബേസ്മെന്റ്, അതായത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഒരുപാട് വെള്ളം കൂടി അത് ഓവർഫ്ലോ ഒക്കെ ആവുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് സമ്പിറ്റിൽ നിന്നും ഇത് മാറ്റി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഏതായാലും ഇതിന്റെ ഉത്തരം ടു സ്റ്റോർ എക്സസ് വാട്ടർ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് പെക്സ് പൈപ്സ് ഇൻ മോഡേൺ പ്ലംബിംഗ് സിസ്റ്റം? പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളി എഥിലീൻ പൈപ്പ് എന്നാണ്. അതിന്റെ ഉത്തരം, പെക്സ് പൈപ്പിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഹൈലി റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് സ്കെയിൽ ബിൽഡിംഗ് അപ്പ്. നമ്മൾ പൈപ്സിന്റെ അഡ്വാൻറ്റേജസും ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ പൈപ്പിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു കൊറോഷൻ ഒരു പ്രധാന പ്രശ്നമാണ്, അതുപോലെ ട്യൂബർക്കുലേഷൻ ഒരു പ്രധാന പ്രശ്നമാണ്, ഇൻക്രസ്ട്രേഷൻ ഒരു പ്രധാന പ്രശ്നമാണ്, സ്കെയിലിംഗ് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല. പെക്സ് പൈപ്സിന് ഈ ഒരു പ്രശ്നമൊന്നും ബാധിക്കത്തില്ല. അത് തന്നെയാണ് ഇതിന്റെ കീ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, വാട്ട് ഇസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ എയറേഷൻ ടാങ്ക്? എയറേഷൻ ടാങ്കിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു ഇൻട്രൊഡ്യൂസ് ഓക്സിജൻ. നമുക്ക് ടു സെറ്റിൽ ഔട്ട് സസ്പെൻഡഡ് സോളിഡ്സ് അല്ല, കാരണം അത് സെഡിമെന്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ ക്ലാരിഫയറിന്റെ പണിയാണ്. ടു റിമൂവ് ലാർജ് ഡെബ്രിസ് ഫ്രം വേസ്റ്റ് വാട്ടറും അല്ല, അതെന്താണ്? സ്ക്രീനിങ് ആണ്. ടു ഇൻട്രൊഡ്യൂസ് ടു ഇൻട്രൊഡ്യൂസ് ഓക്സിജൻ ടു സപ്പോർട്ട് മൈക്രോബിയൽ ഡൈജഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. എയറേഷൻ എന്ന് പറയുന്ന വാട്ടർ ട്രീറ്റ്മെന്റിന്റെ അല്ല, വേസ്റ്റ് വാട്ടറിന്റെ ചോദിച്ചേക്കുന്നത്. സോ എന്ത് തന്നെയാണ്? മൈക്രോബിയൽ ഡൈജഷൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കുക. നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലൊക്കെ ഓക്സിജൻ കൊടുക്കത്തില്ലേ? ആവശ്യമായിട്ടുള്ള എന്താ പറയുക, ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ മാത്രമല്ല, ട്രിക്ലിംഗ് ഫിൽറ്ററിലും കൊടുക്കാറുണ്ട്. ഈവൻ ഓക്സിഡേഷൻ ബോണ്ടിൽ പോലും നമ്മൾ എയറേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അത് മെക്കാനിക്കൽ അല്ല, ആൽഗെ ഉപയോഗിച്ചിട്ട് ആണെന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയാണ്? മൈക്രോബിയൽ ഗ്രോത്തിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, ടു ഇൻട്രൊഡ്യൂസ് ഓക്സിജൻ ടു സപ്പോർട്ട് ദി മൈക്രോബിയൽ ഡൈജഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഇൻസ്റ്റാളിംഗ് എ ചെക്ക് വാൽവ് ഇൻ എ സമ്പ് പമ്പ് സിസ്റ്റം? ഇതൊന്ന് ഓൾറെഡി ഒന്ന് കഴിഞ്ഞതാണ്. ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് വാട്ടർ ആഫ്റ്റർ ദി പമ്പ് ഷട്ട്സ് ഓഫ്. അപ്പോൾ ചെക്ക് വാൽവിന്റെ ഉദ്ദേശം എന്താണ്? ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ. വേറെ ഒന്നും നോക്കണ്ട, അതാണ് കീവേഡ്. ചെക്ക് വാൽവിനെ വെച്ച് വേറെ, നമ്മൾ ഇത് നേരത്തെ പറയാത്തൊരു പോയിന്റ് പറയാം. ചെക്ക് വാൽവിന്റെ വേറെ പേരുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ചെക്ക് വാൽവിന് കുറെ പേരുകളുണ്ടെന്ന് നോക്കി വെച്ചേക്കുക. ഇതിനെ നമുക്ക് റിഫ്ലെക്സ് വാൽവ് എന്ന് പറയാം, റിഫ്ലെക്സ് വാൽവ്, നോൺ റിട്ടേൺ വാൽവ്. ഇത് അറിയാവുന്നവർ, നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളൊക്കെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. റിഫ്ലെക്സ് വാൽവ് ഉണ്ട്, നോൺ റിട്ടേൺ വാൽവ് ഉണ്ട്, യൂണി ഡയറക്ഷണൽ വാൽവ് ഉണ്ട്, പിന്നെന്താ വൺ വേ വാൽവ് ഉണ്ട്, പിന്നെന്താണ് വൺ വേ വാൽവ്, ഫുട്ട് വാൽവ് ഉണ്ട്. ഇതെല്ലാം ചെക്ക് വാൽവിന്റെ വേറെ പേരുകളാണ്. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂല്. കഴിഞ്ഞ റെയിൽവേ RRB JEക്ക് ഈ ഒരു ചോദ്യം വന്നിരുന്നു. ഇങ്ങനെ തന്നെയാണ്. ചെക്ക് വാൽവിന്റെ മറ്റൊരു പേര് എന്താണ്? അന്ന് ഉത്തരം റിഫ്ലെക്സ് വാൽവ് എന്ന് മറ്റോ ആണ് കൊടുത്തിരുന്നത്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് എന്തായാലും കിടക്കാം.
ഞാൻ മാക്സിമം ചോദ്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ സ്പീഡിൽ പോകുന്നത്. Which pipe is the most commonly used for underground drainage system due to its strength and durability? Strength and durability ഒക്കെ ഏറ്റവും കൂടുതൽ ആർക്കാണ്? കാസ്റ്റ് അയൺ പൈപ്പിന് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a house plumbing system, what is the function of water hammer arrestor? Water hammer arrestor. Water hammer arrestorന്റെ പ്രശ്നം എന്താണ്? പ്രശ്നമൊന്നല്ല, അത് എന്തിനാ കൊടുക്കുന്നത്? ടു അബ്സോർബ് ദി ഷോക്ക് വേവ് കോസ്ഡ് ബൈ സഡൻ ചേഞ്ചസ് ഇൻ വാട്ടർ ഫ്ലോ. ഓപ്ഷൻ സി. സഡൻ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് വേവ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വാട്ടർ ഹാമർ അറസ്റ്റർ നമ്മൾ കൊടുക്കുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇൻ സെപ്റ്റിക് സിസ്റ്റം വാട്ട് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്? ഡിസ്ട്രിബ്യൂഷൻ ബോക്സിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എഫ്ലൂവന്റ് ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ 3 മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ സോക്ക് പിറ്റ് ഉപയോഗിക്കാറുണ്ട്. 2, സെസ് പൂൾ ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തേത് എങ്ങനെയായിരുന്നു? സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നല്ല നീളത്തിലൊരു പൈപ്പ് കൊടുത്തിട്ട്, ഇത് സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ, സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നീളത്തില് ഒരു പൈപ്പ് അടുത്തുള്ള പറമ്പിലേക്കോ വല്ലതും കൊടുത്ത് ഈ പൈപ്പിൽ നിന്നും ഈ പൈപ്പിന് പെർഫറേഷൻസ് കൊടുത്ത് ഈ പൈപ്പിൽ നിന്നും വെള്ളം, ഈ സെപ്റ്റിക് ടാങ്കിലുള്ള വെള്ളം ഇങ്ങനെ പറമ്പിലേക്ക് ഡിസ്പോസ് ചെയ്യുക. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്തിനാണ്? ടു ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് എഫ്ലൂവന്റ് ടു ദി ലീച്ച് ഫീൽഡ്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് ഇൻസ്റ്റാളിംഗ് എ ഗ്രേ വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം ഇൻ ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ്? ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അധികം ഫൗൾ അല്ലാത്ത, വിസർജ്യമൊന്നും കലരാത്ത വേസ്റ്റിനെയാണ് നമ്മൾ ഗ്രേ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേ വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുക? നമ്മളുടെ സീവർ സിസ്റ്റത്തിലുള്ള ലോഡ് കുറയും. കാരണം എന്താ? അത് നമ്മൾ വീണ്ടും കുറച്ചൊക്കെ റീസൈക്കിൾ ചെയ്യില്ലേ? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ലോഡ് കുറയുന്നു. സോ ദി ആൻസർ ഈസ് ഇറ്റ് റെഡ്യൂസസ് ദി ലോഡ് ഓൺ ദി സീവർ സിസ്റ്റം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് വാൽവ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഷട്ട് ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ആൻ എമർജൻസി? പെട്ടെന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഏതാണ്? പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഗേറ്റ് വാൽവ് ആണോ, ബോൾ വാൽവ് ആണോ, ചെക്ക് വാൽവ് ആണോ, പ്രഷർ റിലീസ് വാൽവ് ആണോ? നമ്മൾ ഓൾറെഡി ഇതിന്റെ ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. എന്തായാലും ഉത്തരം ബോൾ വാൽവ് ആണ്. എന്താണ് ബോൾ വാൽവ്? നമ്മൾ അപ്പോൾ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല, ഇപ്പോഴാണ് പിന്നെ അത് കാണിച്ചേക്കാന്ന് വിചാരിച്ചത്. ബോൾ വാൽവ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ ബോൾ വാൽവ്? ഈ ഒരു വാൽവ് കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ കൊടുത്തേക്കുന്ന ഈ ഒരു വാൽവ് കണ്ടിട്ടില്ലേ? പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഷട്ട് ഓഫ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഈ ഒരു വാൽവിനെയാണ് നമ്മൾ ബോൾ വാൽവ് എന്ന് പറയുന്നത്. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാൽവാണ് നമ്മൾ പെട്ടെന്ന് നിർത്താനായിട്ട്. ഇതെല്ലാം ബോൾ വാൽവുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മൾ പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ നമ്മൾ ഷട്ട് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാൽവ്. ഓക്കെ. ഇൻ പ്ലംബിംഗ് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് സെഡിമെന്റ് ഫിൽറ്റർ? പ്രൈമറി പർപ്പസ് ഓഫ് സെഡിമെന്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതായാലും ഡിസ്ഇൻഫെക്റ്റഡ് വാട്ടർ അല്ല, ഡിസോൾഡ് ഇമ്പ്യൂരിറ്റി എന്തായാലും സെഡിമെന്റേഷൻ വഴി റിമൂവ് ചെയ്യാൻ പറ്റില്ല, റെഗുലേറ്റ് വാട്ടർ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? To filter out large particles and debris from the water supply. So the correct answer is option C. Primary purpose of a sediment filter എന്ന് പറയുന്നത് എന്താണ്? To filter out large particles and debris from the water supply. Okay. Next question.
വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ ഫ്ലോട്ട് സ്വിച്ച് ഇൻ എ സമ്പ് പമ്പ് സിസ്റ്റം? എന്താണ് ഫ്ലോട്ട് സ്വിച്ച്? നിങ്ങളുടെയൊക്കെ ചിലവരുടെയെങ്കിലും വീടുകളിൽ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിന്റെ ലെവല്, നമ്മുടെ ടാങ്കിൻ്റെ അകത്തെ വെള്ളത്തിന്റെ ലെവല് കുറയുമ്പോൾ തനിയെ വെള്ളം പമ്പ് ചെയ്ത് വെള്ളം വീണ്ടും നിറയാറാകുമ്പോൾ ഈ ഫ്ലോട്ട് സ്വിച്ച് പ്രവർത്തിക്കുകയും വീണ്ടും മോട്ടോർ ഓഫ് ആകുകയും ചെയ്യും. ഒരു നിശ്ചിത ലെവലിൽ താഴെ വെള്ളം എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ ഓൺ ആവുകയും വെള്ളം നിറയാൻ തുടങ്ങുകയും ചെയ്യും. നിശ്ചിത ലെവല് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ട് സ്വിച്ച് പ്രവർത്തിക്കുക. ഒരു ബോൾ പോലെ പൊങ്ങി കിടക്കുന്ന ഒരു ബോൾ കാണും, ഇതിങ്ങനെ പൊങ്ങി വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഓഫ് ആകുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്ലോട്ട് സ്വിച്ചിന്റെ പ്രവർത്തനം. എന്താണ്? ടു റെഗുലേറ്റ് ദി സ്പീഡ് ഓഫ് ദി പമ്പ് ആണോ? ഇല്ല, പമ്പിന്റെ സ്പീഡുമായി ഇതിന് യാതൊരു ബന്ധമില്ല. ടു ഓട്ടോമാറ്റിക്കലി ടേൺ ദി പമ്പ് ഓൺ ആൻഡ് ഓഫ് ബേസ്ഡ് ഓൺ ദി വാട്ടർ ലെവൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ അല്ല, അതിന് നമ്മൾ ചെക്ക് വാൽവാണ് കൊടുക്കുന്നത്. ടു ഫിൽറ്റർ ഡെബ്രിസ് ഫ്രം ദി വാട്ടർ ബീങ് പമ്പ്ഡ്, അതൊന്നുമല്ല. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടു ഓട്ടോമാറ്റിക്കലി ടേൺ ദി പമ്പ് ഓൺ ആൻഡ് ഓഫ് ബേസ്ഡ് ഓൺ ദി വാട്ടർ ലെവൽ. അതാണ് ഒരു ഫ്ലോട്ട് സ്വിച്ചിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് തന്നെ പോകണം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമൺ ഇഷ്യൂ ഇൻ ഓൾഡർ പമ്പിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ ലീഡ് ടു ലോ വാട്ടർ പ്രഷർ? ഇതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അറിയാവുന്നതാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ചെയ്യുക. ഏതാണ് കോമൺ ഇഷ്യൂ ഇൻ ഓൾഡർ പ്ലംബിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ ലീഡ് ടു ലോ വാട്ടർ പ്രഷർ? ഓൾഡ് പമ്പിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഏതാണ്? കൊറോഡഡ് ഓർ ക്ലോഗ്ഡ് പൈപ്പ് തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സ്ലഡ്ജ് ഡൈജസ്റ്റർ? ഒരു സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ കാണപ്പെടുന്ന സ്ലഡ്ജ് ഡൈജസ്റ്ററിന്റെ പർപ്പസ് എന്താണ് എന്നതാണ്. ടു സെപ്പറേറ്റ് സോളിഡ് വേസ്റ്റ് ഫ്രം ലിക്വിഡ് വേസ്റ്റ് അതല്ല. ടു എയറേറ്റ് ദി സീവേജ് അതല്ല. ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഇൻ സ്ലഡ്ജ് ത്രൂ മൈക്രോബിയൽ ആക്ടിവിറ്റി, അതാണ് ഇതിന്റെ ഉത്തരം. ടു ഫിൽട്ടർ ഔട്ട് കെമിക്കൽ കണ്ടാമിനൻസും സ്ലഡ്ജ് ഡൈജഷന്റെ പർപ്പസ് അല്ല. സോ ഇതിന്റെ ഉത്തരം എന്താണ്? സ്ലഡ്ജ് ഡൈജസ്റ്ററിന്റെ പർപ്പസ് എന്താണ്? ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഇൻ സ്ലഡ്ജ് ത്രൂ മൈക്രോബിയൽ ആക്ടിവിറ്റി. മറ്റൊരു ചോദ്യം ചോദിക്കാം. സ്ലഡ്ജ് ഡൈജസ്റ്റർ എയ്റോബിക് ആണോ അനൈറോബിക് ആണോ? അറിയാവുന്നവർ ഉത്തരം കമന്റ് ചെയ്യുക. എയ്റോബിക് ഓർ അനൈറോബിക്? സംശയമൊന്നും വേണ്ട, സ്ലഡ്ജ് ഡൈജസ്റ്റർ ഒരു അനൈറോബിക് പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. സ്ലഡ്ജ് ഡൈജഷന്റെ ഒക്കെ ഒരു അനൈറോബിക് യൂണിറ്റ് ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ബൈപാസ് വാൽവ് ഇൻ എ വാട്ടർ സോഫ്റ്റനിങ് സിസ്റ്റം? ഒരു ബൈപാസ് വാൽവിന്റെ ആവശ്യം എന്താണ്? വാട്ടർ സോഫ്റ്റനിങ് നമ്മളെ വീടുകളിലൊക്കെ ഉള്ള കാര്യമാണ് കേട്ടോ. വീടുകളിലൊക്കെ നമ്മൾ ചില വീടുകളിലൊക്കെ ഒരുപാട് ഹാർഡ് വാട്ടർ മൂലം പ്രശ്നം അനുഭവിക്കുന്നവരുടെ വീടുകളിലൊക്കെ ഈ വാട്ടർ സോഫ്റ്റനിങ് യൂണിറ്റ്, ചെറിയൊരു യൂണിറ്റ് കാണും. അതിന് ബൈപ്പാസ് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ആദ്യമേ ഈ വീടിന്റെ തുടക്ക സമയത്ത് അല്ലെങ്കിൽ ഈ വീടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ ഈ സോഫ്റ്റ്നറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ഈ വാട്ടർ സോഫ്റ്റ്നർ കൂടെ കടന്ന് വന്നാലേ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തൂ. അപ്പൊ അത് തന്നെ പ്രവർത്തിക്കാതായി കഴിഞ്ഞാൽ വെള്ളം കയറാതെ വരത്തില്ലേ? അപ്പൊ ഇതിന് വാട്ടർ സോഫ്റ്റ്നറിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ അത് റിപ്പയറിനൊക്കെ എടുക്കേണ്ടി വന്നാലോ ഒക്കെ അതിൻ്റെ അകത്തേക്ക് വെള്ളം കടത്തി വിടാതെ തന്നെ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് വെള്ളം എടുക്കാം. അതിനാണ് അതൊരു അങ്ങനെ ഒരു ബൈപ്പാസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കി, ടു ഇൻക്രീസ് ദി എഫിഷ്യൻസി അല്ല, എന്തായാലും ടു അലൗ ദി വാട്ടർ ടു ബൈപ്പാസ് ദി സോഫ്റ്റ്നർ ഫോർ സ്പെസിഫിക് യൂസ്. വാട്ടർ സോഫ്റ്റ്നറിന്റെ അകത്തേക്ക് കടത്താതെ തന്നെ വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബൈപ്പാസ് നമ്മൾ വാട്ടർ സോഫ്റ്റ്നറിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കീ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ട്രെഞ്ച്ലെസ് ടെക്നോളജി ഫോർ സീവർ ലൈൻ റിപ്പയർസ്? ഇത് ഒരു പുതിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്രെഞ്ച്ലെസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തമ്പാനൂർ ഭാഗത്തെ കാര്യം എനിക്കറിയാം. നിങ്ങളുടെ നാടൊക്കെ പല സ്ഥലത്തായതുകൊണ്ട് എല്ലാവരുടെയും നാട്ടിലെ എക്സാമ്പിൾ വെച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. തമ്പാനൂർ, തിരുവനന്തപുരം ഭാഗത്തൊക്കെ എല്ലായിടത്തും കുഴികളാണ്. എവിടെ തിരിഞ്ഞാലും കുഴികളാണ്. റോഡിന് പ്രശ്നം, സൊസൈറ്റിക്ക് പ്രശ്നം, വണ്ടി ഇറക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന വണ്ടി ഉടമകൾക്ക് പ്രശ്നം, എല്ലാവർക്കും പ്രശ്നമാണ്. എന്താണ് മെയിൻ പ്രശ്നം? ആ ഏരിയ മൊത്തം കുഴിക്കണം എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ. ട്രെഞ്ചസ് ടെക്നോളജി ആണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആർക്കും അനുഭവപ്പെടേണ്ടി വരത്തില്ല. അപ്പൊ എന്താണ് കീ അഡ്വാൻറ്റേജ്?
ഇറ്റ് മിനിമൈസസ് ഡിസ്റപ്ഷൻ ടു ദി സറൗണ്ടിങ് ഏരിയ. ട്രഞ്ച്ലെസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, കുഴി വേണ്ട എന്നുള്ള അർത്ഥമല്ലേ. അപ്പോൾ ഉത്തരം എന്താണ്, ട്രഞ്ച്ലെസ്. കീ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ട്രഞ്ച്ലെസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മിനിമൈസസ് ഡിസ്റപ്ഷൻ ടു ദി സറൗണ്ടിങ് ഏരിയ. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ടാങ്ക്ലെസ് വാട്ടർ ഹീറ്റർ കമ്പയർഡ് ടു ട്രഡീഷണൽ ടാങ്ക് സ്റ്റൈൽ വാട്ടർ ഹീറ്റർ? മിക്ക ആൾക്കാരുടെയും വീട്ടിൽ ഈ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് ടാങ്ക് ഉള്ള ടൈപ്പാണ്. ഇപ്പോൾ നൂതനമായിട്ടുള്ള ടാങ്ക്ലെസ്, ടാങ്ക് ഇല്ല, അതിന് ടാങ്കേ ഇല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്? ടാങ്ക് ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് സ്ഥിരമായിട്ട് വീട്ടിൽ എല്ലാവരും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ ടാങ്ക് വെച്ചുള്ള വാട്ടർ ഹീറ്ററിൻ്റെ പ്രശ്നം പറയാം. എന്താ, ഒരു വട്ടം ഫുള്ളിയെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ടാങ്കിൻ്റെ അകത്ത് നിറയുന്ന അടുത്ത ബാച്ച് തണുത്ത വെള്ളം ഒന്ന് ചൂടായി വരാൻ കുറച്ച് സമയമെടുക്കും. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇറ്റ് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ഹോട്ട് വാട്ടർ വിത്തൗട്ട് വെയിറ്റിംഗ്. അല്ലാതെ ബാക്കിയുള്ളതൊന്നും അല്ല. ഇറ്റ് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ഹോട്ട് വാട്ടർ വിത്തൗട്ട് വെയിറ്റിംഗ്. അത് തന്നെയാണ് ടാങ്ക്ലെസ് വാട്ടർ ഹീറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദി ഫോളോയിങ് ഈസ് എ കോമൺ കോസ് ഓഫ് വാട്ടർ ഹാമർ ഇൻ പ്ലംബിംഗ് സിസ്റ്റം? വാട്ടർ ഹാമറിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് ഏതാണ് എന്നുള്ളതാണ്. എന്താണ്, പെട്ടെന്ന് വാൽവ് അടയ്ക്കുന്നത് മൂലം ഉണ്ടാവുന്നതാണ് നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്ലോ മൂവിങ് ഓഫ് വാട്ടർ ഇൻ പൈപ്പ് അല്ല, അതെന്തായാലും അല്ല. ഹൈ വാട്ടർ പ്രഷർ കമ്പൈൻഡ് വിത്ത് റാപ്പിഡ് വാൽവ് ക്ലോഷർ, ലോ വാട്ടർ പ്രഷർ അല്ല. എക്സസീവ് യൂസ് ഓഫ് ഫിൽറ്റേഴ്സ് ആൻഡ് വാട്ടർ സോഫ്റ്റനിങ് അല്ല. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? എന്താണ് ഇതിന്, ഈ ചോദ്യത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഹൈ വാട്ടർ പ്രഷർ കമ്പൈൻഡ് വിത്ത് റാപ്പിഡ് വാൽവ് ക്ലോഷർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സിസ്റ്റം വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ വാട്ടർ ടവർ? മുനിസിപ്പാലിറ്റിയിൽ ഒരു വാട്ടർ ടവറിന്റെ പ്രൈമറി പർപ്പസ് എന്തുള്ളതാണ്? എന്താണ്? ടു ഫിൽറ്റർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദി വാട്ടർ സപ്ലൈ അല്ല, ടു റെഗുലേറ്റ് വാട്ടർ ടെമ്പറേച്ചർ അല്ല, എന്തായാലും അല്ല. ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഇൻ ടു ദി വാട്ടർ സപ്ലൈ, എന്തായാലും അല്ല. ഓപ്ഷൻസിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന ആൻസേഴ്സ് വേഗം ടൈപ്പ് ചെയ്ത് അയക്കുക. ഏതായാലും ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ടു സ്റ്റോർ ട്രീറ്റഡ് വാട്ടർ ആൻഡ് മെയിൻറ്റെയിൻ വാട്ടർ പ്രഷർ. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു, ഈ അടുത്ത് നടന്ന ഒരു AE എക്സാമിനൂടെ ചോദിച്ചൊരു വളരെ ക്ലോറിനേഷനിൽ നിന്നൊക്കെ എന്തായാലും ക്ലോറിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് അപ്ലൈഡ് ആൻഡ് റെസിഡ്യുവൽ ക്ലോറിൻ. ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്ലൈഡ് ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ഡോസേജിനെയാണ് കേട്ടോ. അപ്പൊ ഇത് ഓപ്ഷനകത്ത് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും? ക്ലോറിൻ ഡോസേജ് മൈനസ് റെസിഡ്യുവൽ ക്ലോറിൻ എന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളോട് നോക്കിയാലോ. നോർമൽ ക്ലോറിൻ ഡോസേജ് എത്രയാണ് നോർമൽ ക്ലോറിൻ ഡോസേജ്? വേഗം കമന്റ് ബോക്സിലിട്ടെ. അതേപോലെ തന്നെ റെസിഡ്യുവൽ ക്ലോറിൻ എത്രയാണെന്നൂടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് വേഗം കമന്റ് ബോക്സിൽ ഇടുക. ക്ലോറിൻ ഡോസ് എത്രയാണ്? 0.3 to 1.1 മില്ലിഗ്രാം പെർ ലിറ്റർ. അതേപോലെ റെസിഡ്യുവൽ ക്ലോറിൻ 0.1 to 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്രോഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ് ഈസ് കോസ്ഡ് ബൈ. എന്താണ് യൂട്രോഫിക്കേഷൻ? 4 ഓപ്ഷൻസ് വായിച്ചിട്ട് ഏതായാലും ടോക്സിക് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, ഡോണ്ട് വറി. എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ന്യൂട്രിയൻസ്, എക്സസീവ് ഡിസ്ചാർജ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്, എക്സസീവ് ഡിസ്ചാർജ് ഓഫ് സോളിഡ്സ്. എന്താണ് യൂട്രോഫിക്കേഷൻ? നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിലൊക്കെ ഒരുപാട് അമിതമായി ആൽഗെ അല്ലെങ്കിൽ ചെറിയ പായലൊക്കെ വളർന്നു നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു പച്ചപ്പ് കണ്ടിട്ടില്ലേ, അതിനെ പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. എന്തുകൊണ്ടാണ് ഈ യൂട്രോഫിക്കേഷൻ വരുന്നത്? ഒരുപാട് ന്യൂട്രിയൻസ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത് കൊണ്ട്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേസ്റ്റ്. ഇവിടെ പ്ലാന്റ്സിന്റെ ന്യൂട്രിയൻസ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് വേസ്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത് കൊണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് ചെല്ലുന്നത് കൊണ്ടാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടെമ്പററി ഹാർഡ്നെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ്. എന്തിന്റെ പ്രസൻസ് മൂലമാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെമ്പററി ഹാർഡ്നെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ്. ഈ 4 ഓപ്ഷനിൽ ആരാണ്? കാർബണേറ്റ്സ് മൂലമാണ്
ടെമ്പററി ഹാർഡ്നെസ് സംഭവിക്കുന്നത്. അപ്പോൾ പെർമനന്റ് ഹാർഡ്നെസ്സോ? പെർമനന്റ് ഹാർഡ്നെസ് ആരുടെ പ്രസൻസ് മൂലമാണ്? ഈ പറഞ്ഞ ക്ലോറൈഡ്സും സൾഫേറ്റ്സും നൈട്രേറ്റ്സും ഒക്കെ മൂലമാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് dissolved oxygen content of water sample. Dissolved oxygen content of water sample can be measured in laboratory by DO. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? DO മെഷർ ചെയ്യുന്നത് വിങ്ക്ലേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. വിങ്ക്ലേഴ്സ് മെത്തേഡ് ഇതാണ് കറക്റ്റ്. അപ്പൊ അർജന്റോമെട്രി മെത്തേഡോ? അത് എന്തിനു ഉപയോഗിക്കുന്നതാ? ക്ലോറൈഡ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന മോർസ് മെത്തേഡിന്റെ മറ്റൊരു പേരെന്ന് വേണമെങ്കിൽ പറയാം അർജന്റോമെട്രി. ഓർത്തോടോൾഡീൻ ആണെങ്കിലോ? ഓർത്തോടോൾഡീൻ എന്താണ്? റെസിഡ്യുവൽ ക്ലോറിൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡാണ്. ജാർ ടെസ്റ്റ് എന്തിന്റെ മെത്തേഡാണ്? എന്തിനാ ജാർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒപ്റ്റിമം ഡോസേജ് ഓഫ് കൊയാഗുലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ വിങ്ക്ലേഴ്സ് മെത്തേഡ് വെച്ചിട്ട് മറ്റൊരു ചോദ്യവും കൂടെ ചോദിക്കാം. വിങ്ക്ലേഴ്സ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈട്രൻറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററും, വിങ്ക്ലേഴ്സ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈട്രൻറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററും ബുക്കിൽ നോക്കാതെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയാൻ പറ്റുമെന്ന് നോക്കി. ഏതാണ് നമ്മൾ വിങ്ക്ലേഴ്സ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ അതുപോലെ ടൈട്രൻറ്റ്? ഓർത്തെടുക്കുക. ഇങ്ങനെയുള്ള ഇടയ്ക്ക് ഞാൻ മാത്രം പറഞ്ഞാൽ പോലല്ലോ, നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കളർ ഓഫ് വാട്ടർ ഈസ് മെഷേർഡ് ഓൺ. കളർ ഓഫ് വാട്ടർ ഈസ് മെഷേർഡ് ഓൺ. എങ്ങനെയാണ് കളർ മെഷർ ചെയ്യുന്നത്? ഏത് ഇതിലാണ് മെഷർ ചെയ്യുന്നത്? കളർ എന്തായാലും പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കളർ ഈസ് മെഷേർഡ് ഓൺ എ പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിൽ. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യം. അല്ലെങ്കിൽ വേണ്ട, ഇതിന്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് പറഞ്ഞേ. കളറിന്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് നമുക്കറിയാം. പുതിയ കോഡ് അനുസരിച്ചിട്ടാണെങ്കിൽ പുതിയ കോഡ് ഏതാണ്? 10500, latest revised in 2012. ഇത് പ്രകാരം കളറിന്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5ഉം പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 15ഉമാണ്. ഇതാണ് കളറിന്റെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്. കളർ എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? ടിൻഡോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കളറ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ടർബിഡിറ്റി ഈസ് മെഷേർഡ് ഓൺ. ടർബിഡിറ്റി ഏത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമാസിൻ സ്കെയിൽ എന്നാണ് വരേണ്ടത്. പുതിയ കോഡ് പ്രകാരം, അതായത് 10500 പ്രകാരം നമ്മൾ ടർബിഡിറ്റി മെഷർ ചെയ്യുന്നത് നെഫെലോമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സിലിക്ക എന്ന് പറയുന്നത് JTU, ജാക്സന്റെ ടർബിഡിറ്റി യൂണിറ്റ് പ്രകാരമാണ് സിലിക്ക വരുന്നത്. ശരിക്കും ഉത്തരം വരേണ്ടത് ഫോർമാസിൻ ഉണ്ടെങ്കിൽ ഫോർമാസിൻ ആണ്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് എന്തെഴുതാം? ബാക്കിയുള്ളതെല്ലാം കളറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റാൻഡേർഡ് സിലിക്ക സ്കെയിൽ എന്ന് പറഞ്ഞിരുതാം. എങ്കിലും ടർബിഡിറ്റി ഈസ് മെഷേർഡ് ബൈ യൂസിങ് എന്ന് പറഞ്ഞ് നെഫെലോമീറ്റർ ഉണ്ടെങ്കിൽ എപ്പോഴും നെഫെലോമീറ്റർ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ 4 ഓപ്ഷനിൽ ഫോർമാസിൻ എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് കൂടുതൽ ശരി. ഇത് തെറ്റാണെന്നല്ല, ഇതിനേക്കാൾ കൂടുതൽ ശരി ഇതാണ് എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ടർബിഡിറ്റിയുടെ ലിമിറ്റ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് കോഡ് പ്രകാരം അക്സെപ്റ്റബിൾ ലിമിറ്റ് 5ഉം പെർമിസിബിൾ ലിമിറ്റ് അക്സെപ്റ്റബിൾ ലിമിറ്റ് 1ഉം പെർമിസിബിൾ ലിമിറ്റ് 5ഉമാണ്. 1 to 5 milligram per liter. ചെറുത് അക്സെപ്റ്റബിൾ ലിമിറ്റ്, വലുത് പെർമിസിബിൾ ലിമിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മാക്സിമം അലവബിൾ കോൺസെൻട്രേഷൻ ഓഫ് അയണിന്റെ മാക്സിമം അലവബിൾ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻഡ് ഇറ്റ്സ് 0.3 milligram per liter. 0.3 milligram per liter. അയൺ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. ആകെപ്പാടെ ഒരേ ഒരു പ്രശ്നമേ ഉണ്ടാകത്തുള്ളൂ അയൺ. എന്താണ് അയൺ ഉണ്ടാക്കുന്ന പ്രശ്നം? കളർ പ്രോബ്ലം ആണ്. ഏത് കളറാണ് അയൺ ഉണ്ടാക്കുന്നത്? ഈ എഴുതിയേക്കുന്നതിന്റെ കളർ തന്നെ. എന്ത്? റെഡ് കളറാണ് അയൺ സാധാരണ അധികമായിട്ടുണ്ടെങ്കിൽ അയൺ കോസ് ചെയ്യുന്നത്. റെഡ് കളർ ഇൻ വാട്ടർ. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വൈഡ്ലി യൂസ്ഡ് കോമ്പൗണ്ട് ടു കൺട്രോൾ ആൽഗി. ആൽഗൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ ഒരു ആൽഗി സൈഡായിട്ട് ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഏതാണ് ആൽഗി സൈഡായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? വി ജനറലി യൂസ്
കോപ്പർ സൾഫേറ്റ്, മലയാളത്തിൽ നമ്മൾ തുരിശ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ആള്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ആൽഗിസൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, കാൽസ്യം സൾഫേറ്റ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഈ 4 ഓപ്ഷൻസ് വെച്ച് നമുക്ക് വേറെ കാര്യം പറയാം. ഇത് എന്ത് തരം ഹാർഡ്നെസ് ആണ്? കാൽസ്യം സൾഫേറ്റ് എന്ത് തരം ഹാർഡ്നെസ് ആണെന്ന് നിങ്ങൾ പറയുക. മഗ്നീഷ്യം ക്ലോറൈഡ്, അതായത് പെർമനന്റ് ആണോ ടെമ്പററി ആണോ എന്നേ ഉള്ളൂ. മഗ്നീഷ്യം ക്ലോറൈഡ് എന്താണെന്ന് പറയുക. കാൽസ്യം ക്ലോറൈഡ്, ഇത് മൂന്നും ഓരോന്നും ടെമ്പററി ഹാർഡ്നെസ് ആണോ പെർമനന്റ് ഹാർഡ്നെസ് ആണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ നിന്ന് കുറിക്കുക. ഓക്കെ, ഹൗ ദി ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് റിമൂവ്ഡ്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? ബോയിലിംഗ് ആണോ, ലൈം സോഡയാണോ, സിയോലൈറ്റ് ആണോ, എയറേഷൻ ആണോ? 4ാമത്തെ ഓപ്ഷനിൽ നിന്ന് തുടങ്ങാം. എയറേഷൻ. എന്തായാലും ഹാർഡ്നെസ്സും എയറേഷനുമായി യാതൊരു ബന്ധവുമില്ല. ഹാർഡ്നെസ്സും എയറേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഇതെന്തായാലും അല്ല. സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. സോ എന്തായാലും സിയോലൈറ്റ് ഇല്ല. ലൈം സോഡ പ്രോസസ്സും നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. എന്തായാലും ഇതുമല്ല. കറക്റ്റ് ഉത്തരം ബോയിലിംഗ്. പക്ഷെ ബോയിലിങ്ങിനേക്കാളും കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിരുന്നു ലൈം മാത്രം. പക്ഷെ ലൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബോയിലിംഗ് എടുക്കുന്നതേ ഉള്ളൂ. ഇനി എങ്ങാനും ബോയിലിംഗും ലൈമിങ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? എപ്പോഴും ലൈമിനാണ് മുൻതൂക്കം. ലൈം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ബോയിലിംഗ് ശരി ഉത്തരമായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിനു മുമ്പ് നേരത്തെ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏതാണ്? കാൽസ്യം സൾഫേറ്റ്. സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നതാണ്. ഇത് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. മഗ്നീഷ്യം ക്ലോറൈഡ്, ഇത് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. കാൽസ്യം ക്ലോറൈഡ്, ഇതും പെർമനന്റ് ഹാർഡ്നെസ് ആണ്. ഇത് മൂന്നും പെർമനന്റ് ഹാർഡ്നെസ് ആണ്. ഇതിൻ്റെ അകത്ത് ടെമ്പററി ഹാർഡ്നെസ് ഇല്ല. ഓക്കെ, അടുത്തത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഇൻഡിക്കേറ്റ്സ്. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അസിഡിറ്റി ഓർ ആൽക്കലൈനിറ്റി. പ്രസൻസ് ഓഫ് ഫോറിൻ മാറ്റർ അല്ല, പ്രസൻസ് ഓഫ് കളർ അല്ല, പ്രസൻസ് ഓഫ് ബാക്ടീരിയ അല്ല. ഇത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൊയാഗ്ലന്റ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഞാൻ ആലത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഏതാണ്? അലൂമിനിയം സൾഫേറ്റ് അല്ലെങ്കിൽ ആലം ആണ്. ഓക്കെ, ബ്ലീച്ചിങ് പൗഡറിനെ പറ്റിയും ക്ലോറിനെ പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ആക്ടിവേറ്റ് കാർബൺ ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് ഫോർ. ആക്ടിവേറ്റഡ് കാർബൺ വാട്ടർ ട്രീറ്റ്മെന്റിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഡിസിൻഫെക്ഷൻ എന്തായാലും അല്ല. റിമൂവിങ് ഹാർഡ്നെസ് എന്തായാലും കാർബണിന് ഒരുപാട് കഴിവുണ്ടെങ്കിലും ഹാർഡ്നെസ് എന്തായാലും പറ്റില്ല. റിമൂവിങ് ഓഡർ ആൻഡ് എയറേഷൻ എന്താണ്? ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റിമൂവിങ് ഓഡറിന് വേണ്ടിയാണ്. മണമൊക്കെയാണ് എന്തായാലും പിടിച്ചെടുക്കാൻ ശേഷിയുണ്ട്. ജാക്സൺ കാൻഡിൽ ടർബിഡിമീറ്റർ മെഷേഴ്സ് turbidity of a sample of water on the basis of. ജാക്സന്റെ കാൻഡിൽ ടർബിഡിമീറ്റർ ഈ ടർബിഡിറ്റി പിടിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണോ, അബ്സോർപ്ഷൻ ആണോ, പോളറൈസേഷൻ ആണോ, കോൺസെൻട്രേഷൻ ഓഫ് കൊളോയിഡ്സ് ആണോ? ഏതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്നാണ് ചോദ്യം. ഏതാണ് പ്രിൻസിപ്പിൾ? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. ജാക്സന്റെ കാൻഡിൽ ടർബിഡിമീറ്റർ മെഷർ ചെയ്യുന്നത് എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ജാക്സന്റെ ടർബിഡിമീറ്ററിന്റെ റേഞ്ച് എന്താണ്? 25 മില്ലിഗ്രാം പെർ ലിറ്ററിന് മുകളിലുള്ള ടർബിഡിറ്റി ആണെങ്കിലാണ് ജാക്സന്റെ ടർബിഡിമീറ്റർ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കേട്ടോ. Jackson's candle turbidimeter is used when the turbidity exceeds 25 milligram per liter. ഉയർന്ന ടർബിഡിറ്റി 25 മുതൽ 1000 വരെ ആണെങ്കിലും കുഴപ്പമില്ല. ഉയർന്ന ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ജാക്സന്റെ കാൻഡിൽ ടർബിഡിറ്റി. വേറെയും ഉണ്ടല്ലോ, ബെയ്ലിസ് ടർബിഡിമീറ്റർ ഉണ്ടല്ലോ. ബെയ്ലിസ് ഏത് റേഞ്ചിലാണ് ഉപയോഗിക്കുന്നത്? 0 to 5 മില്ലിഗ്രാം പെർ ലിറ്റർ. വേറെയും ഉണ്ടല്ലോ, ഹില്ലേജ് മീറ്റർ ഉണ്ടല്ലോ. ഹില്ലേജ് ഏത് റേഞ്ചിലാണ് ഉപയോഗിക്കുന്നത്?
10 മുതൽ 50 മില്ലിഗ്രാം പെർ ലിറ്റർ വരെയൊക്കെയാണ് നമ്മൾ ഹില്ലേജ് മീറ്റർ ഉപയോഗിക്കുന്നത്. നെഫൽ ഏറ്റവും കൂടുതൽ ഹൈ പ്രിസിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മളുടെ കോഡ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് പറയാം, നെഫലോമീറ്റർ ആണ്. എത്ര ക്വസ്റ്റ്യൻ വന്നെന്ന് നോക്കി, നെഫലോമീറ്റർ. ഇതൊക്കെയാണ് ടർബിലിറ്റി. ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഇതും വേണമെങ്കിൽ പറയാം. നെഫലോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ലൈറ്റ് സ്കാറ്ററിംഗ് ആണ് നെഫലോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കണ്ടോ എത്ര ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് കിട്ടിയെന്ന് നോക്കി. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ഫോർ ഡൊമസ്റ്റിക് യൂസ് ഓഫ് വാട്ടർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ എന്ന് പറയുന്നത് കോളിഫോംസിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ എന്ന് പറയുന്നത് കോളിഫോംസിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് എയറേഷൻ ഓഫ് വാട്ടർ ഈസ് ഡൺ ടു റിമൂവ്. എയറേഷൻ ഓഫ് വാട്ടർ ഈസ് ഡൺ ടു റിമൂവ്. എയറേഷൻ എന്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്? എയറേഷൻ ഓർഡറും കളറും എല്ലാം രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിലും കൂടുതൽ ശരി എന്താണ്, എയറേഷൻ ചെയ്യുന്നത് നമ്മൾ ഓർഡറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓർഡറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എയറേഷൻ ചെയ്യുന്നത്. ഓക്കെ, MPN ഇൻഡെക്സ് ഈസ് എ മെഷർ ഓഫ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്. MPN ഇൻഡെക്സ് എന്തിനെ മെഷർ ചെയ്യാനായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. MPN ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തിനെ മെഷർ ചെയ്യാനായിട്ടാണ്? കോളിഫോം ബാക്ടീരിയനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ് എന്ത്, MPN ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടർബിഡിറ്റി ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടർബിഡിറ്റി എന്തിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ളതാണ്? ടർബിഡിറ്റി ഇതിനകത്ത് കൊളോയിഡ് പാർട്ടിക്കിൾസ് ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കൊളോയിഡ് പാർട്ടിക്കിൾസിനെ മെഷർ ചെയ്യാനായിട്ടുള്ള ഇതാണ്, മെഷർ ചെയ്യുന്നതാണ് എന്ത്, ടർബിഡിറ്റി എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഈസ് നോട്ട് ദി എഫക്ട് ഓഫ് ദി പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ് ഇൻ വാട്ടർ. അയൺ ഓക്സൈഡിന്റെ എഫക്റ്റ് അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ്. കോസസ് ടോക്സിക് എഫക്ട്. അയൺ എന്തായാലും എന്തുണ്ടാക്കില്ല, ടോക്സിക് എഫക്റ്റ് വെള്ളത്തിൽ ഉണ്ടാക്കില്ല. Coagulants used for water treatment functions better when the raw water is. അത് നമുക്കറിയാം. കൊയാഗുലന്റ് നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്? വെള്ളം അൽക്കലൈൻ ആകുമ്പോഴാണ് കൊയാഗുലന്റ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. In a water treatment, rapid gravity filters are adopted to remove. In water treatment, rapid gravity filters are adopted to remove. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്? എന്തിനു വേണ്ടിയാണ്? ഡിസോൾഡ് ഓർഗാനിക് സബ്സ്റ്റൻസ് അല്ല, ഡിസോൾഡ് സോളിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസ് അല്ല, ഫ്ലോട്ടിംഗ് സോളിഡ്സ് ആൻഡ് ഡിസോൾഡ് ഇൻഓർഗാനിക് അല്ല. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? ബാക്ടീരിയ ആൻഡ് കൊളോയിഡൽ സോളിഡ്സ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദി സെഡിമെന്റേഷൻ ടാങ്ക് ഈസ് ഇൻക്രീസ്ഡ്, the sedimentation speed will. ടെമ്പറേച്ചർ കൂടിയാണെങ്കിൽ സെഡിമെന്റേഷന്റെ സ്പീഡ് എന്ത് പറ്റും? എന്തായാലും വർദ്ധിക്കും. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എന്ത് പറയും? വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വേഗം സെറ്റിലാകും. സോ ടെമ്പറേച്ചർ കൂടിയാൽ ദി സെഡിമെന്റേഷൻ സ്പീഡ് വിൽ ഹേസ്റ്റൻഡ്, പെട്ടെന്ന് കൂടും. ഗെറ്റ് ഹേസ്റ്റൻഡ്. ഓക്കെ, അടുത്തത് ദ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഡിസിൻഫെക്ഷൻ ഓഫ് സ്വിമ്മിംഗ് പൂൾ വാട്ടർ. നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്നതാണ് സ്വിമ്മിംഗ് പൂൾ വാട്ടർ ഡിസിൻഫെക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? ബൈ അൾട്രാ വയലറ്റ് റേസ് ട്രീറ്റ്മെന്റ്. ക്ലോറിനേഷൻ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? അൾട്രാ വയലറ്റ് റേസ് തന്നെയാണ്. അടുത്തത് ദി പർപ്പസ് ഓഫ് റീകാർബണേഷൻ ആഫ്റ്റർ വാട്ടർ സോഫ്റ്റനിങ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ റീകാർബണേഷൻ ചെയ്യുന്നത്? റീകാർബണേഷൻ ചെയ്യുന്നത് എന്തിനാണ്? ടു കൺവേർട്ട് precipitate to solid form. കൺവേർഷൻ ഓഫ് precipitates to solid form. ഇതിനു വേണ്ടിയാണ് നമ്മൾ റീകാർബണേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. The method which is most widely used for analyzing and designing the pipes of all types
ഓഫ് കോംപ്ലക്സ് പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. കോംപ്ലക്സ് പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഏത് പൈപ്പാണ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ കോംപ്ലക്സ് പൈപ്പ് നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ ഇത് രണ്ടും ഇക്വലന്റ് പൈപ്പും ഹാർഡി ക്രോസും കറക്റ്റ് ആണ്. പക്ഷേ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ചെയ്യുന്ന ഏതാണ്? ഹാർഡി ക്രോസ് തന്നെയാണ് കേട്ടോ. ഹാർഡി ക്രോസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സ്പീഡിൽ പോയി എന്ന് എനിക്കറിയാം. നന്നായിട്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണം, മാക്സിമം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നാണ്. അപ്പോൾ ഇന്നത്തെ സാധാരണ നമ്മൾ ക്വിക്ക് റിവിഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നത് PSC മാറി ചിന്തിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാമല്ലോ. എപ്പോഴും കൺവെൻഷണൽ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. കൺവെൻഷണൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഇവിടെ വന്നിരിക്കുന്ന റെഗുലർ സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നു എന്നൊരു ഫീൽ കൂടി തോന്നണമല്ലോ. അതിനുവേണ്ടിയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 10-25% ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി കൊണ്ടുവരാൻ നോക്കിയത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നു അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എക്സാമിന്, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വിജയാശംസകൾ കേട്ടോ. എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ. പഠിക്കുന്ന എല്ലാവർക്കും, കൃത്യമായി പഠിക്കുന്ന എല്ലാവർക്കും, അല്ലാത്തവർക്ക്